Good morning. Welcome to today's section of CTTF Digital. Today we have the topic Generations in Mobile Communication and Mobile Services. ഇന്നത്തെ ഈ ഒരു സെക്ഷൻ്റെ അകത്ത് നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ്റെ അകത്തുള്ള ജനറേഷൻസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ മൊബൈൽ സർവീസസിനെ കുറിച്ചിട്ടുമാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് അതായത് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഫോക്കസിങ് ഓൺ ഇറ്റ്സ് ജനറേഷൻസ് ആൻഡ് ദ സർവീസസ് പ്രൊവൈഡഡ് ബൈ മൊബൈൽ ടെക്നോളജി. ഈ ഒരു മൊബൈൽ കമ്മ്യൂണിക്കേഷൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ ജനറേഷൻസും പിന്നെ സർവീസസും ആണ്. ഈ ഒരു മൊബൈൽ ടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിനെയാണ് ഈ ഒരു മൊബൈൽ കമ്മ്യൂണിക്കേഷൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഇവോൾവ് ചെയ്തിട്ടുള്ളത് അതായത് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട് ഈ ഒരു മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഇവോൾവ് ചെയ്തിട്ടുള്ളത്. അതായത് സിമ്പിൾ വോയിസ് കോള് തൊട്ടിട്ട് ഹൈ സ്പീഡ് ആയിട്ടുള്ള ഡേറ്റ നെറ്റ്വർക്കും അതുപോലെ തന്നെ സ്മാർട്ട് സർവീസസും വരെ ഇന്ന് എത്തി നിൽക്കുന്നുണ്ട്. ഒരു സിമ്പിൾ ആയിട്ടുള്ള വോയിസ് കോളിൽ തുടങ്ങിയിട്ട് ഹൈ സ്പീഡ് ആയിട്ടുള്ള ഡേറ്റ നെറ്റ്വർക്ക് ആൻഡ് സ്മാർട്ട് സർവീസസ് വരെ ഇന്ന് എത്തി നിൽക്കുന്നുണ്ട്. സോ ഈ ജനറേഷൻസ് ഒക്കെ മനസ്സിലാക്കുക എന്നുള്ളത് നെറ്റ്വർക്കിംഗ് അകത്തും IT-യിലും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ആപ്ലിക്കേഷൻ്റെ അകത്തും ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഫസ്റ്റ് ജനറേഷൻ. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ തൊട്ടിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഫസ്റ്റ് ജനറേഷൻ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ്റെ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് കോമൺലി നമുക്ക് 1G എന്നാണ് പറയുന്നത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഇൻ ദ ഇയർ 1980s. ഓക്കെ, സോ ഫസ്റ്റ് ജനറേഷൻ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ്റെ ഫസ്റ്റ് ജനറേഷൻ കോമൺ ആയിട്ട് അതിനെ 1G എന്നാണ് പറയുന്നത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് ഇൻ ദ ഇയർ 1980s. ഇത് വളരെ വെരി ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഓക്കെ, അതായത് മൊബൈൽ ടെലിഫോണിൻ്റെ ഒക്കെ കേസ് എടുക്കുന്ന സമയത്ത് ഇത് ഈ ഒരു ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഫസ്റ്റ് എടുത്തിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. ഓക്കെ, അതായത് യൂസേഴ്സിന് വോയിസ് കോള് യാതൊരുവിധ അതായത് ഒരു ഫിക്സ്ഡ് ലൈൻ ടെലിഫോണിന് ടൈ ചെയ്യാതെ തന്നെ വിത്തൗട്ട് ബീങ് ടൈഡ് ടു എ ഫിക്സ്ഡ് ലൈൻ ടെലിഫോൺസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, വോയിസ് കോൾസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, സോ വോയിസ് കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വിത്തൗട്ട് ബീങ് ടൈഡ് ടു എ ഫിക്സ്ഡ് ലൈൻ ടെലിഫോൺ യൂസേഴ്സിനെ അനുവദിക്കുന്നുണ്ട്. സോ ഫസ്റ്റ് ജനറേഷൻ ഓഫ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ കോമൺ ആയിട്ട് ഇതിനെ 1G എന്നാണ് പറയുന്നത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 1980s. ഇത് വളരെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ടുവേർഡ്സ് മൊബൈൽ ടെലിഫോണി. ഇത് യൂസേഴ്സിന് വോയിസ് കോൾസ് യാതൊരുവിധ അതായത് ഒരു ഫിക്സ്ഡ് ലൈൻ ടെലിഫോണുമായിട്ട് ടൈ ചെയ്യാതെ തന്നെ വോയിസ് കോള് യൂസേഴ്സിനെ ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് 1G എന്ന് പറയുന്നത്? ലെറ്റ്സ് ഡിസ്കസ് സം ഓഫ് ദ കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് 1G. അനലോഗ് സിഗ്നൽ ട്രാൻസ്മിഷൻ. ഈ ഒരു 1G നെറ്റ്വർക്ക് അനലോഗ് സിഗ്നൽസ് യൂസ് ചെയ്തിട്ടായിരിക്കും വോയിസ് ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, 1G നെറ്റ്വർക്ക്സ് അനലോഗ് സിഗ്നൽസ് യൂസ് ചെയ്തിട്ടാണ് വോയിസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇത് മീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വോയിസ് സിഗ്നൽസ് ഒക്കെ തന്നെ ഒരു കണ്ടിന്യൂസ് ഇലക്ട്രോ വേവ്സ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, അതായത് ഈ വോയിസ് സിഗ്നൽസിന് കണ്ടിന്യൂസ് ഇലക്ട്രിക്കൽ വേവ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. ഇതൊരിക്കലും ഒരു ഡിജിറ്റൽ സിഗ്നൽസ് പോലെ ആയിരിക്കില്ല. അനലോഗ് സിഗ്നൽസ് എൻക്രിപ്റ്റ് ചെയ്യാനായിട്ട് പറ്റൂല. ഓക്കെ, ഇതൊരിക്കലും ഒരു ഡിജിറ്റൽ സിഗ്നൽസ് പോലെയല്ല. ഈ അനലോഗ് സിഗ്നൽസ് എൻക്രിപ്റ്റ് ചെയ്യാനായിട്ട് പറ്റൂല. ഇത് വാല്യൂറബിൾ ഈ എയർ ഡ്രോപ്പിംഗിന് വാല്യൂറബിൾ ആക്കുന്നുണ്ട്. ഓക്കെ, സോ അനലോഗ് സിഗ്നൽ ട്രാൻസ്മിഷൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് വോയിസ് കമ്മ്യൂണിക്കേഷൻ ഓൺലി ആണ്. അതായത് ഈ ഒരു 1G നെറ്റ്വർക്ക്സ് വോയിസ് കോളിനെ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, 1G നെറ്റ്വർക്ക് വോയിസ് കോളിനെ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഇവിടെ യാതൊരുവിധ ഡേറ്റ സർവീസസും ഉണ്ടാവില്ല. ലൈക്ക് SMS, ഇമെയിൽസ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബ്രൗസിംഗ് ഒക്കെ പോലെ. ഓക്കെ, ഈ SMS-ഉം ഇമെയിലും ഇന്റർനെറ്റ് ബ്രൗസിംഗും പോലെ ഇവിടെ യാതൊരുവിധ ഡേറ്റ സർവീസസും ഉണ്ടാവില്ല. ഓക്കെ, സോ 1G നെറ്റ്വർക്ക്സ് വോയിസ് കോള് മാത്രമായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക. ഇവിടെ ഡേറ്റ സർവീസസ് ആയിട്ടുള്ള SMS-ഉം ഇമെയിൽസും ഇന്റർനെറ്റ് ബ്രൗസിംഗ് ഒന്നും തന്നെ ഇല്ല. നെക്സ്റ്റ് ലോ കപ്പാസിറ്റി ആണ്. ഈ ഒരു നെറ്റ്വർക്ക്സ് ഒരിക്കലും അതായത് ഈ നെറ്റ്വർക്ക്സ് സപ്പോർട്ട് ചെയ്യുന്നത് ലിമിറ്റഡ് നമ്പർ ഓഫ് സൈമിൾട്ടേനിയസ് കോൾസ് ആയിരിക്കും. അതായത് നമുക്ക് തന്നേക്കുന്ന ഏരിയയിൽ ഒരേ സമയത്ത് ലിമിറ്റഡ് നമ്പർ ഓഫ് കോൾസ് മാത്രമേ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഈ ഒരു നെറ്റ്വർക്ക് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് ഇസ്
പുവർ സെക്യൂരിറ്റി. ഈ അനലോഗ് ട്രാൻസ്മിഷൻസ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കുഡ് ഈസിലി ബി ഇന്റർസെപ്റ്റഡ്. ഓക്കെ, ഈ അനലോഗ് ട്രാൻസ്മിഷൻസിനെ ഈസി ആയിട്ട് തന്നെ ഇന്റർസെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് പ്രൈവസി കൺസേണിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ പുവർ സെക്യൂരിറ്റി. നെക്സ്റ്റ്, സോ എന്തൊക്കെയാണ് കീ ഫീച്ചേഴ്സ് ഓഫ് 1G എന്ന് പറയുന്നത്? ഫസ്റ്റ് ഇസ് അനലോഗ് സിഗ്നൽ ട്രാൻസ്മിഷൻ. ഈ ഒരു 1G നെറ്റ്വർക്ക് അനലോഗ് സിഗ്നൽസ് യൂസ് ചെയ്തിട്ട് വോയിസ് ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇത് മീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വോയിസ് സിഗ്നൽസ് ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒരു കണ്ടിന്യൂസ് ഇലക്ട്രിക്കൽ വേവ് ആയിട്ടായിരിക്കും. ഇതൊരിക്കലും ഡിജിറ്റൽ സിഗ്നൽസ് പോലെയല്ല. ഈ അനലോഗ് സിഗ്നൽസ് എൻക്രിപ്റ്റ് ചെയ്യൂല. ഓക്കെ, ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് വാൽനറബിൾ, വിച്ച് മേക്ക് ദം വാൽനറബിൾ ടു eavesdropping. നെക്സ്റ്റ്, വോയിസ് കമ്മ്യൂണിക്കേഷൻ ഓൺലി. ഈ 1G നെറ്റ്വർക്ക്സ് വോയിസ് കോൾസ് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഇവിടെ ഡേറ്റ സർവീസസ് ആയിട്ടുള്ള SMS ഇമെയിൽസോ ഇന്റർനെറ്റ് ബ്രൗസിങ്ങോ ഒന്നും തന്നെ ഇല്ല. നെക്സ്റ്റ്, ലോ കപ്പാസിറ്റി. ഈ നെറ്റ്വർക്ക്സ് അതായത് ലിമിറ്റഡ്, അതായത് ഒരേ സമയത്ത് ലിമിറ്റഡ് നമ്പർ ഓഫ് കോൾസ് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഗിവൺ ഏരിയൻ്റെ അകത്ത്, നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ഏരിയൻ്റെ അകത്ത് ഒരേ സമയത്ത് ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് കോൾസ് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ്, പുവർ സെക്യൂരിറ്റി. അനലോഗ് ട്രാൻസ്മിഷൻ കുഡ് ഈസിലി ബി ഇന്റർസെപ്റ്റഡ്, ദിസ് ലീഡിംഗ് ടു പ്രൈവസി കൺസേൺസ്. ഇനി എക്സാമ്പിൾസ് ഓഫ് നെറ്റ്വർക്ക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, AMPS. ഇതൊരു അഡ്വാൻസ്ഡ് മൊബൈൽ ഫോൺ സിസ്റ്റം ആണ്. ഓക്കെ, AMPS എന്ന് പറയുന്നത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൊബൈൽ ഫോൺ സിസ്റ്റം ആണ്. സോ AMPS ഇൻ ദ USA. ഓക്കെ, USA അകത്തുള്ള AMPS എന്ന് പറയുന്നത് മോസ്റ്റ് ഫേമസ് എക്സാമ്പിൾ ആണ്. ഓക്കെ, 1Gക്ക് ഏറ്റവും മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് AMPS ഇൻ ദ USA. ഇനി മറ്റുള്ള കൺട്രീസിനും അവരുടേതായിട്ടുള്ള ഓൺ 1G നെറ്റ്വർക്ക്സ് ഉണ്ടാവും. ദാറ്റ് ഈസ് NMT, ദാറ്റ് ഈസ് നോർഡിക് മൊബൈൽ ടെലിഫോൺ. എവിടെയാണ്? നോർഡിക് കൺട്രീസിൽ. ഇനി ടാക്സ്, ദാറ്റ് ഈസ് ടോട്ടൽ ആക്സസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അതെവിടെയാണ്? UK. ഓക്കെ, സോ ഇതാണ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. AMPS ഇതൊരു അഡ്വാൻസ്ഡ് മൊബൈൽ ഫോൺ സിസ്റ്റം ആണ് USA ഇതാണ് മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള എക്സാമ്പിൾ. ഇനി മറ്റുള്ള കൺട്രീസ് എടുത്ത് കഴിഞ്ഞാലും അവർക്കും അവരുടേതായിട്ടുള്ള ഓൺ 1G നെറ്റ്വർക്ക്സ് ഉണ്ടാവും. NMT ഇതൊരു നോർഡിക് മൊബൈൽ ടെലിഫോൺ ആണ്, നോർഡിക് കൺട്രീസിലുള്ള. ടാക്സ് ഇത് ടോട്ടൽ ആക്സസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ് ഇൻ ദ UK. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് 1G. ഓക്കെ, ഈ ഒരു മൊബൈൽ കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഈ ഒരു 1G ആണ്, റൈറ്റ്? ആ ഒരു മൊബൈൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ ഒരു 1G എന്ന് പറയുന്നത്. ഇത് പീപ്പിളിന് കോൾസ്, അതായത് മൂവ് ചെയ്തുകൊണ്ട് തന്നെ കോൾസ് ചെയ്യാൻ വേണ്ടിയിട്ട് പീപ്പിളിനെ അനുവദിക്കുന്നുണ്ട്. ഇതൊരു റവല്യൂഷണറി ആയിരുന്നു ആ ഒരു സമയത്ത്. ഈ മൂവ് ചെയ്തുകൊണ്ട് അതായത് കോൾ ചെയ്യാന്നുള്ളത് ഒരു റവല്യൂഷണറി തന്നെയായിരുന്നു. സോ pioneering step for mobile communication allowed people to make calls on the move, which was revolutionary at that time. Okay, next, disadvantages of 1G. എന്തൊക്കെയാണ് 1Gന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്? വോയിസ് ക്വാളിറ്റി ഭയങ്കര പുവർ ആയിരിക്കും. അതായത് ഇന്റർഫറൻസും അതുപോലെ തന്നെ സിഗ്നൽ ഫീഡിങ്ങും കാരണം അതിന് വോയിസ് ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ പുവർ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, സസ്കെപ്റ്റബിൾ ടു eavesdropping because ഈ അനലോഗ് സിഗ്നൽസ് ഇന്റർസെപ്റ്റ് ചെയ്യും ഈ സ്മോൾ റേഡിയോ സ്കാനേഴ്സ് കൊണ്ട്. ഓക്കെ, സോ ഇന്റർസെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സസ്പെക്റ്റബിൾ ടു eavesdropping ആണ്. ഇനി ലിമിറ്റഡ് ആയിട്ടുള്ള കവറേജ് ഏരിയ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അതായത് ഈ സെൽ ടവേഴ്സ് ഒക്കെ സ്പാർസ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഡേറ്റ സർവീസസ് ഒന്നും തന്നെ ഇല്ല. സോ യു കുഡ് ഓൺലി ടോക്ക്. നമുക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? ഡേറ്റ സർവീസസ് ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സംസാരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, അതായത് ഇൻഫർമേഷൻസ് ടെക്സ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സെൻഡ് ചെയ്യാനോ ഒന്നും തന്നെ സാധിക്കുന്നില്ല. സോ ഡിസഡ്വാൻറ്റേജസ് ഓഫ് 1G, ഈ ഇന്റർഫറൻസും സിഗ്നൽ ഫീഡിങ്ങും കാരണം പുവർ വോയിസ് ക്വാളിറ്റി ആയിരിക്കും. സസ്കെപ്റ്റബിൾ ടു eavesdropping കാരണം
ഈ അനലോഗ് സിഗ്നൽസ് ഇന്റർസെപ്റ്റഡ് വിത്ത് സിമ്പിൾ റേഡിയോ സ്കാനേഴ്സ്. ഓക്കെ, ഇനി ലിമിറ്റഡ് ആയിട്ടുള്ള കവറേജ് ആണ്. ഈ സെൽ ടവേഴ്സ് സ്പാർസ്ഡ്, സെൽ ടവേഴ്സ് വേ സ്പാർസ്, റൈറ്റ്. ഇനി ഡേറ്റ സർവീസസ്, നോ ഡേറ്റ സർവീസസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ടോക്ക് ചെയ്യാൻ, സംസാരിക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ. ടെക്സ്റ്റ് ചെയ്യാനോ ഇൻഫർമേഷൻസ് സെൻഡ് ചെയ്യാനോ ഒന്നും തന്നെ സാധിക്കുന്നില്ല. സോ നമ്മൾ ഇവിടെ എന്താ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഫസ്റ്റ് ജനറേഷനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തു. ഇത് വളരെ ഫസ്റ്റ് ഉള്ള സ്റ്റെപ്സ് ആണ് ഈ ഒരു മൊബൈൽ ടെലിഫോണിന്റെ അകത്തുള്ളത്. ഇത് യൂസേഴ്സിന് വോയിസ് കോൾസ് വിത്തൗട്ട് ബീങ് ടൈഡ് ടു എ ഫിക്സ്ഡ് ലൈൻ ടെലിഫോൺ അനുവദിക്കുന്നുണ്ട്. കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരുന്നു? അനലോഗ് സിഗ്നൽ ട്രാൻസ്മിഷൻ, വോയിസ് കമ്മ്യൂണിക്കേഷൻ ഓൺലി, ലോ കപ്പാസിറ്റി, പുവർ സെക്യൂരിറ്റി. എക്സാമ്പിൾ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞാൽ AMPSഉം NMTയും ടാക്സും ഇൻ ഡിഫറെന്റ് കൺട്രീസ്. ദെൻ അഡ്വാൻറ്റേജസ് പറഞ്ഞു, നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസും പറഞ്ഞു. പുവർ വോയിസ് ക്വാളിറ്റി ആണ്, സബ്സ്ക്രിപ്റ്റബിൾ ടു ഈവ്സ്ഡ്രോപ്പിംഗ്, ലിമിറ്റഡ് കവറേജ് ആണ്, നോ ഡേറ്റ സർവീസസ്. Then we moving on to second generation, that is 2G. ഈ ഒരു 1G അനലോഗ് സിസ്റ്റത്തിന്റെ ലിമിറ്റേഷൻസിന് ശേഷം, 1G അനലോഗ് സിസ്റ്റത്തിന്റെ ലിമിറ്റേഷൻസിന് ശേഷം സെക്കൻഡ് ജനറേഷൻ ഓഫ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് 2G ഇൻ ദ ഇയർ 1990s. ഈ 2G ഈ ട്രാൻസിഷൻസ് ഉണ്ടാവില്ലേ, അതായത് അനലോഗ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിലോട്ടേക്കുള്ള ട്രാൻസിഷൻ ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ 2G marked the transition from analog to digital communication. ഇതെന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തെ ഈ മോഡേൺ മൊബൈൽ സർവീസസിന്റെ ഒക്കെ ഫൗണ്ടേഷൻ ആയിട്ടാണ് മാറിയിട്ടുള്ളത്. കാരണം ഇത് SMS ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഡിജിറ്റൽ ഡേറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതുപോലെ തന്നെ വോയിസിന്റെ ക്വാളിറ്റി കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ഈ 1G അനലോഗ് സിഗ്നൽസിന്റെ സിസ്റ്റത്തിന്റെ ലിമിറ്റേഷൻസിന് ശേഷം സെക്കൻഡ് ജനറേഷൻ, ദാറ്റ് ഇസ് 2G ഓഫ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു in the year 1990s. സോ ഈ ഒരു 2G ട്രാൻസിഷൻസ് അനലോഗ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിലോട്ടേക്കുള്ള ട്രാൻസിഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇതെന്തായിട്ടുണ്ട്? ഒരു മോഡേൺ മൊബൈൽ സർവീസസിന്റെ ഒക്കെ ഫൗണ്ടേഷൻ ആയിട്ട് മാറി. കാരണം എന്താ? ഇത് SMS, ഡിജിറ്റൽ ഡേറ്റ, വോയിസ് ക്വാളിറ്റി അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വോയിസ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുകയും കൂടെ ചെയ്തു. ഇനി കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് 2G. Here we have digital signal transmission. ഈ 2G ഡിജിറ്റൽ സിഗ്നൽസ് ആയിരിക്കും അനലോഗ് സിഗ്നൽസിന് പകരം യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, 2G എന്താ സെക്കൻഡ് ജനറേഷൻ 2G യൂസ് ചെയ്യുന്നത് അനലോഗ് സിഗ്നൽസിന് പകരം ഡിജിറ്റൽ സിഗ്നൽസ് ആണ്. സോ ഈ ഒരു ഡിജിറ്റൽ സിഗ്നൽസ് കോൾ ക്ലാരിറ്റി ഇംപ്രൂവ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡിജിറ്റൽ സിഗ്നൽസ് കോൾ ക്ലാരിറ്റി ഇംപ്രൂവ് ചെയ്തു, അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് റെഡ്യൂസ് ചെയ്യുകയും കൂടെ ചെയ്തു. നെക്സ്റ്റ് വോയിസ് പ്ലസ് ലിമിറ്റഡ് ഡേറ്റ സർവീസസ്. ഈ വോയിസ് കോളിന് പുറമെ 2G എന്തും കൂടെ ഇനാബിൾ ചെയ്തിട്ടുണ്ട്? SMS, ദാറ്റ് ഇസ് ഷോർട്ട് മെസ്സേജ് സർവീസസും അതുപോലെ തന്നെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഡേറ്റ ട്രാൻസ്ഫറും കൂടെ ഇനാബിൾ ചെയ്തിട്ടുണ്ട്. സോ അപ്പാർട്ട് ഫ്രം വോയിസ് കോൾ 2G SMSഉം ചെറിയ ബേസിക് ആയിട്ടുള്ള ഡേറ്റ ട്രാൻസ്ഫറും കൂടെ ഇനാബിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഡിജിറ്റൽ സിഗ്നൽ ട്രാൻസ്മിഷൻ, വോയിസ് പ്ലസ് ലിമിറ്റഡ് ഡേറ്റ സർവീസസ്. നെക്സ്റ്റ് ബെറ്റർ സെക്യൂരിറ്റി. ഈ ഡിജിറ്റൽ സിഗ്നൽസ് എൻക്രിപ്ഷൻസ് അനുവദിക്കുന്നുണ്ട്. അങ്ങനെ എൻക്രിപ്റ്റ് ചെയ്യുന്നത് വഴി ഈ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഈ 1G ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ സെക്യൂർഡ് ആക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഈ ഡിജിറ്റൽ സിഗ്നൽസ് എൻക്രിപ്ഷൻസ് അനുവദിക്കുന്നുണ്ട്. അങ്ങനെ എൻക്രിപ്ഷൻ അനുവദിക്കുന്നത് കൊണ്ട് തന്നെ ഈ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ 1G ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ സെക്യൂർ ആക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇംപ്രൂവ്ഡ് കവറേജ് ആൻഡ് കപ്പാസിറ്റി. ഓക്കെ, ഇംപ്രൂവ്ഡ് കവറേജും അതേപോലെ തന്നെ കപ്പാസിറ്റിയും. ഈ 2G നെറ്റ്വർക്ക്സ് കൂടുതൽ യൂസേഴ്സിന് ഒരേ സമയത്ത് 2G നെറ്റ്വർക്ക്സ് കൂടുതൽ യൂസേഴ്സിന് ഒരേ സമയത്ത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. കാരണം എന്താ? because of efficient spectrum usage. Okay, because of efficient spectrum usage. So എന്തൊക്കെയാണ് key characteristics of 2G എന്ന് പറയുന്നത്? ഡിജിറ്റൽ സിഗ്നൽ ട്രാൻസ്മിഷൻ. ഈ 2G ഡിജിറ്റൽ സിഗ്നൽസ് ആയിരിക്കും അനലോഗ് സിഗ്നൽസിന് പകരം യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു ഡിജിറ്റൽ സിഗ്നൽസ് കോളിന്റെ ക്ലാരിറ്റി ഇംപ്രൂവ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വോയിസ് പ്ലസ് ലിമിറ്റഡ് ഡേറ്റ സർവീസസ്. ഈ വോയിസ് കോളുകൾക്ക് പുറമെ
2G SMS കൂടെ ഇനാബിൾ ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഇസ് ഷോർട്ട് മെസ്സേജ് സർവീസസ്. അതുപോലെ തന്നെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഡേറ്റ ട്രാൻസ്ഫറും ഇനാബിൾ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ബെറ്റർ സെക്യൂരിറ്റി. ഈ ഡിജിറ്റൽ സിഗ്നൽസ് എൻക്രിപ്ഷൻ അനുവദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻസ് കുറച്ചുകൂടെ സെക്യൂർഡ്, നമ്മളിപ്പോൾ 1G ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ സെക്യൂർഡ് ആക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇംപ്രൂവ്ഡ് കവറേജ് ആൻഡ് കപ്പാസിറ്റി. ഈ 2G നെറ്റ്വർക്ക്സ് കൂടുതൽ യൂസേഴ്സിന് ഒരേ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. കാരണം എന്താ, എഫിഷ്യൻ സ്പെക്ട്രം യൂസേജ്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്സ് ഓഫ് 2G ടെക്നോളജീസ്. എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് 2G ടെക്നോളജീസ് എന്ന് പറയുന്നത്? GSM, ദാറ്റ് ഇസ് ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. GSM ഇതെന്ന് പറയുന്നത് 2G ടെക്നോളജി വേൾഡ് വൈഡ്, ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് 2G ടെക്നോളജിയാണ് ഇത്. ഓക്കെ, അതായത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന, വേൾഡ് വൈഡിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു 2G ടെക്നോളജിയാണ് GSM അഥവാ ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് എന്തൊക്കെ സർവീസസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? വോയിസ് കോള്, SMS, അതുപോലെ തന്നെ ലിമിറ്റഡ് ഡേറ്റ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് TDMA യൂസ് ചെയ്യുന്നുണ്ട്. യൂസസ് TDMA, ദാറ്റ് ഇസ് ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്. ഓക്കെ, സോ ഈ TDMA യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ ഓരോ ഫ്രീക്വൻസി ചാനൽസിനെയും ടൈം സ്ലോട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഒന്നിൽ കൂടുതൽ യൂസേഴ്സിന് ഒരേ ഫ്രീക്വൻസി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. ഓക്കെ, ഒന്നിൽ കൂടുതൽ യൂസേഴ്സിന് ഒരേ ഫ്രീക്വൻസി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. ഇത് അഡോപ്റ്റ് ചെയ്യുന്നത് യൂറോപ്പിലും ഏഷ്യയിലും അതുപോലെ തന്നെ ഒരുപാട് മറ്റുള്ള പാർട്ട് ഓഫ് ദ വേൾഡിനും പല പാർട്ടിലും വേൾഡിൽ തന്നെ പല ഭാഗങ്ങളിലായിട്ടും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ടൈപ്സ് ഓഫ് 2G ടെക്നോളജി. GSM ഇതൊരു ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് 2G ടെക്നോളജി ആണ്. വേൾഡ് വൈഡ് ആയിട്ട് 2G ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. സർവീസസ് എന്ന് പറയുന്നത് വോയിസ് കോൾസ്, SMS, അതുപോലെ തന്നെ ലിമിറ്റഡ് ഡേറ്റ സർവീസസ് ആണ്. ഈ TDMA യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഓരോ ഫ്രീക്വൻസി ചാനൽസിനെയും ടൈം സ്ലോട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ഒന്നിൽ കൂടുതൽ യൂസേഴ്സിന് സെയിം ഫ്രീക്വൻസി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. ഇത് അഡോപ്റ്റ് ചെയ്തേക്കുന്നത് ഇൻ യൂറോപ്പ്, ഏഷ്യ ആൻഡ് മെനി പാർട്ട് ഓഫ് ദ വേൾഡ്. Next, GPRS, that is General Packet Radio Service. Okay, General Packet Radio Service. ഇതൊരു എൻഹാൻസ്മെന്റ് ഓഫ് ഈ GSMന്റെ എൻഹാൻസ്മെന്റ് ആയിട്ടാണ് ഈ ഒരു GPRSന് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ്സ് എൻ എൻഹാൻസ്മെന്റ് ഓഫ്, ഇറ്റ്സ് കൺസിഡേർഡ് ആസ് എൻ എൻഹാൻസ്മെന്റ് ഓഫ് GSM. ഇത് പാക്കറ്റ് സ്വിച്ചിങ് ഡേറ്റ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പാക്കറ്റ് സ്വിച്ചിങ് ഡേറ്റ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് മീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡേറ്റ പാക്കറ്റ്സ് ആയിട്ട്, അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ട്രീമിന് പകരം ഡേറ്റ പാക്കറ്റ്സ് ആയിട്ടായിരിക്കും സെൻഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ കണ്ടിന്യൂസ് സ്ട്രീമിന് പകരം ഡേറ്റാസ് പാക്കറ്റ്സ് ആയിട്ടായിരിക്കും സെൻഡ് ചെയ്യുന്നുണ്ടാവുക. ഇത് ബേസിക് ആയിട്ടുള്ള ഇന്റർനെറ്റ് ആക്സസ് ആയിട്ടുള്ള ഇമെയിൽസും സിമ്പിൾ വെബ് ബ്രൗസിങ്ങും അനുവദിക്കുന്നുണ്ട്. ഓക്കെ, ബേസിക് ഇന്റർനെറ്റ് ആക്സസ് ആയിട്ടുള്ള ഇമെയിൽസും സിമ്പിൾ വെബ് ബ്രൗസിങ്ങും അനുവദിക്കുന്നുണ്ട്. ഡേറ്റ സ്പീഡ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 56 തൊട്ടിട്ട് 114 KB/s വരെയാണ്. ഇത് 2.5G എന്നും കൂടെ പറയുന്നുണ്ട്. കാരണം എന്താ, ഇത് ഈ 2Gന്റെയും 3Gന്റെയും ഇടയിലുള്ള ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുന്നത് കൊണ്ട് തന്നെ. സോ GPRS. നെക്സ്റ്റ് എഡ്ജ്. ഓക്കെ, എഡ്ജ് എന്ന് പറയുന്നത് എൻഹാൻസ്ഡ് ഡേറ്റ റേറ്റ് ഫോർ GSM എവല്യൂഷൻ ആണ്. എൻഹാൻസ്ഡ് ഡേറ്റ റേറ്റ് ഫോർ GSM എവല്യൂഷൻ ആണ്. ഇതിനെ 2.5G ടെക്നോളജി ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇതിനെയും എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്, 2.5G ടെക്നോളജി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇത് കുറച്ചുകൂടെ അതായത് ഈ ഡേറ്റയുടെ സ്പീഡ്, ഫാസ്റ്റർ ആയിട്ടുള്ള ഡേറ്റ സ്പീഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ GPRS ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിനെല്ലാം കാളും കൂടുതൽ സ്പീഡ്, ഫാസ്റ്റർ ഡേറ്റ സ്പീഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് അപ് ടു
384 KB/s വരെ. ഓക്കെ, അതുപോലെ തന്നെ ഈ MMS മൾട്ടിമീഡിയ മെസ്സേജിംഗ് സർവീസസ് ഓക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ മൾട്ടിമീഡിയ മെസ്സേജിംഗ് സർവീസസും അതുപോലെ തന്നെ മൊബൈൽ ഇന്റർനെറ്റ് ബ്രൗസിംഗും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സപ്പോർട്ട് സർവീസസ് ലൈക്ക് MMS ആൻഡ് മൊബൈൽ ഇന്റർനെറ്റ് ബ്രൗസിംഗ്. ഇത് ഹെൽപ്പ് പേ ദ വേ ഫോർ മൊബൈൽ മൾട്ടിമീഡിയ ആപ്ലിക്കേഷൻസ്. ഓക്കെ അല്ലേ? ദിസ് ഇസ് എഡ്ജ്. നെക്സ്റ്റ് CDMA, that is code division multiple access. ഓക്കെ, കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ഇതൊരു ഓൾട്ടർനേറ്റീവ് ആണ്. ഓക്കെ, GSMന്റെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഉണ്ടാവുക. ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് USA, ഇന്ത്യയില്, കൊറിയയില്, അതുപോലെ തന്നെ ഏഷ്യന്റെ പല ഭാഗങ്ങളിലായിട്ടാണ്. ഓക്കെ, ഇത് GSMന്റെ ഓൾട്ടർനേറ്റീവ് ആണ്. മെയിൻലി യൂസ് ചെയ്യുന്നത് USA, ഇന്ത്യയില്, കൊറിയയില് ആൻഡ് പാർട്സ് ഓഫ് ഏഷ്യ ആണ്. ഇതൊരു സ്പ്രെഡ് സ്പെക്ട്രം ടെക്നിക്കാണ്. ഓക്കെ, ഇത് ഒരു സ്പ്രെഡ് സ്പെക്ട്രം ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഓരോ കോളും യുണീക്ക് ആയിട്ടുള്ള കോഡിൽ അസൈൻ ചെയ്തിട്ടുണ്ടാവും. ഒരു ടൈം സ്ലോട്ടിന് പകരം ഈ ഓരോ കോൾസും യുണീക്ക് കോഡുമായിട്ട് അസൈൻ ചെയ്തിട്ടുണ്ടാവും. സോ ഈ ഒരു മെത്തേഡ് ഹയർ കപ്പാസിറ്റിക്ക് അനുവദിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു മെത്തേഡ് ഹയർ കപ്പാസിറ്റി അനുവദിക്കുന്നുണ്ട്. ബെറ്റർ കോൾ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഫ്യൂവർ ഡ്രോപ്ഡ് കോൾസും അനുവദിക്കുന്നുണ്ട്. സോ ഈ ഒരു മെത്തേഡ് ഹയർ കപ്പാസിറ്റി, ബെറ്റർ കോൾ ക്വാളിറ്റി ആൻഡ് ഫ്യൂവർ ഡ്രോപ്ഡ് കോൾസ്. സോ ഈ ഒരു ടെക്നോളജി ആയിട്ട് competing technology to GSM in the year 1990s and 2000s. Okay, so എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് 2G ടെക്നോളജീസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ ഇസ് GSM, ദാറ്റ് ഇസ് ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. ഇത് കൂടുതലായിട്ട് നമ്മൾ ഈ 2G ടെക്നോളജിയിൽ വേൾഡ് വൈഡിലായിട്ട്, അതായത് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് 2G ടെക്നോളജിയാണ്. അതായത് വേൾഡ് വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഇത് എന്താണ്? 2G ടെക്നോളജിയാണ് GSM എന്ന് പറയുന്നത്. ഇത് വോയിസ് കോൾ ചെയ്യാനും SMS ചെയ്യാനും അതുപോലെ തന്നെ ലിമിറ്റഡ് ഡേറ്റ സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് TDMA യൂസ് ചെയ്തിട്ട് ഈ ഓരോ ഫ്രീക്വൻസി ചാനൽസിനെയും ടൈം സ്ലോട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഒന്നിൽ കൂടുതൽ യൂസേഴ്സിന് ഒരേ ഫ്രീക്വൻസി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. എന്താ ഈ TDMA എന്ന് പറയുന്നത്? ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ആണ്. ഇത് അഡോപ്റ്റ് ചെയ്തേക്കുന്നത് ഇൻ യൂറോപ്പ്, ഏഷ്യ ആൻഡ് മെനി അതർ പാർട്ട് ഓഫ് ദ വേൾഡ്. ഓക്കെ, നെക്സ്റ്റ് GPRS, ദാറ്റ് ഇസ് ജനറൽ പാക്കറ്റ് റേഡിയോ സർവീസ് ആണ്. ഓക്കെ, ജനറൽ പാക്കറ്റ് റേഡിയോ സർവീസ് ഇതൊരു GSMന്റെ എൻഹാൻസ്മെന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇത് GSMന്റെ കുറച്ചുകൂടെ എൻഹാൻസ്മെന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇത് പാക്കറ്റ് സ്വിച്ച്ഡ് ഡേറ്റ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പാക്കറ്റ് സ്വിച്ച്ഡ് ഡേറ്റ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് മീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഡേറ്റ പാക്കറ്റ്സ് ആയിട്ടായിട്ട്, അതായത് കണ്ടിന്യൂസ് സ്ട്രീമിന് പകരം ഡേറ്റ പാക്കറ്റ്സ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? സെൻഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇത് ബേസിക് ആയിട്ടുള്ള ഇന്റർനെറ്റ് ആക്സസ്, അതായത് ഇമെയില്, സിമ്പിൾ വെബ് ബ്രൗസിംഗ് ഒക്കെ അനുവദിക്കുന്നുണ്ട്. ഡേറ്റ സ്പീഡ് 56 തൊട്ടിട്ട് 114 KB/s വരെയാണ്. ഇതിന് ഓഫൻ കോൾഡ് 2.5G കാരണം ഇത് 2Gയും 3Gന്റെയും ഇടയിലുള്ള ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എഡ്ജ്, എൻഹാൻസ്ഡ് ഡേറ്റ ട്രീറ്റ് ഫോർ GSM എവല്യൂഷൻ. ഇതിന് നമുക്ക് 2.5G ടെക്നോളജി എന്നും കൂടെ പറയാം. ഓക്കെ, ഇത് കുറച്ചുകൂടെ ഫാസ്റ്റ്, അതായത് ഈ ഡേറ്റ സ്പീഡ് നമ്മളിപ്പോൾ ഒരു GPRS ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഫാസ്റ്റർ ഡേറ്റ സ്പീഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് അപ് ടു 384 KB/s വരെ. ഓക്കെ, ഈ സർവീസസ് എന്തൊക്കെ സർവീസസ് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? MMS, അതായത് മൾട്ടിമീഡിയ മെസ്സേജിംഗ് സർവീസസും അതുപോലെ തന്നെ മൊബൈൽ ഇന്റർനെറ്റ് ബ്രൗസിംഗും. ഓക്കെ, MMS സർവീസസും മൊബൈൽ ഇന്റർനെറ്റ് ബ്രൗസിംഗും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഹെൽപ്പ് പേവ് ദ വേ ഫോർ മൊബൈൽ മൾട്ടിമീഡിയ ആപ്ലിക്കേഷൻസ്. നെക്സ്റ്റ് CDMA, കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്. ഇതൊരു ഓൾട്ടർനേറ്റീവ് ആണ്. ഓക്കെ, GSMന്റെ ഒരു ഓൾട്ടർനേറ്റീവ് ആണ്. ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്
USA, ഇന്ത്യയില്, കൊറിയയില്, അതുപോലെ തന്നെ ഏഷ്യന്റെ പല ഭാഗങ്ങളിലായിട്ടായിരിക്കും. ഇതൊരു സ്പ്രെഡ് സ്പെക്ട്രം ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഓരോ കോളും ഒരു യുണീക്ക് ആയിട്ടുള്ള കോഡുമായിട്ട് അസൈൻ ചെയ്യുന്നുണ്ടാവും. ഒരു ടൈം സ്ലോട്ടിന് പകരം യുണീക്ക് ആയിട്ടുള്ള കോഡുമായിട്ട് ഈ ഓരോ കോളും അസൈൻ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു മെത്തേഡ് ഹയർ കപ്പാസിറ്റി, ബെറ്റർ കോൾ ക്വാളിറ്റി, അതുപോലെ തന്നെ ഫ്യൂവർ ഡ്രോപ്ഡ് കോള് അനുവദിക്കുന്നുണ്ട്. സോ ഈ ഒരു കോമ്പീറ്റിംഗ് ടെക്നോളജി GSM-ലുള്ള ഇൻ ദ ഇയർ 1990s ആൻഡ് 2000s. സോ എന്തൊക്കെയാണ് 2Gന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്? ക്ലിയറർ വോയിസ് ക്വാളിറ്റി കമ്പയർഡ് ടു 1G. നമ്മളിപ്പോൾ 1G ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ 2Gന്റെ ക്വാളിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്? കൂടിയിട്ടുണ്ട്. ഇനി ഇൻട്രൊഡക്ഷൻ ഓഫ് SMS-ഉം അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ഡേറ്റ സർവീസസും. SMS നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബേസിക് ഡേറ്റ സർവീസസും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, ബെറ്റർ സെക്യൂരിറ്റി വിത്ത് എൻക്രിപ്ഷൻ, wider network coverage and higher user capacity. Okay, wider network coverage അതുപോലെ തന്നെ higher user capacity. So clear voice quality ആണ് 1G ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് SMS ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ഡേറ്റ സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബെറ്റർ സെക്യൂരിറ്റി വിത്ത് എൻക്രിപ്ഷൻ, വൈഡർ നെറ്റ്വർക്ക് കവറേജ് ആൻഡ് ഹൈ യൂസർ കപ്പാസിറ്റി. ഡിസഡ്വാൻറ്റേജസ്, അത് ഇതിന്റെ സ്പീഡ്, ഇന്റർനെറ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അതായത് മാക്സിമം 384 KB/s വിത്ത് എഡ്ജ്. ഓക്കെ, മാക്സിമം 384 KB/s വിത്ത് എഡ്ജ്. ഇതൊരിക്കലും മോഡേൺ ആയിട്ടുള്ള മൾട്ടിമീഡിയ ആപ്ലിക്കേഷൻസ് ലൈക്ക് വീഡിയോ സ്ട്രീമിങ്ങോ അല്ലെങ്കിൽ റിയൽ ടൈം വീഡിയോ കോൾസ് ഒന്നും തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, മോഡേൺ മൾട്ടിമീഡിയ ആപ്ലിക്കേഷൻസ് ആയിട്ടുള്ള വീഡിയോ സ്ട്രീമിങ്ങോ അല്ലെങ്കിൽ റിയൽ ടൈം വീഡിയോ കോൾസോ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇവൻച്വലി ഇത് ഇൻസഫീഷ്യൻ്റ് ആവും ആസ് യൂസർ ഡിമാൻഡ് ഫോർ മൊബൈൽ ഇന്റർനെറ്റ് ഗ്രൂ. അതായത് ഇതിങ്ങനെ വളരുന്നതിനനുസരിച്ചിട്ട് യൂസറിന്റെ ഡിമാൻഡ് എന്താവും, സാധിക്കാനായിട്ട് പറ്റാത്ത വരും. ഓക്കെ, സോ ഈ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് തേർഡ് ജനറേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ഫസ്റ്റ് ജനറേഷനിൽ എന്തൊക്കെ, സെക്കൻഡ് ജനറേഷനിൽ എന്തൊക്കെ പറഞ്ഞു? സെക്കൻഡ് ജനറേഷൻ എന്താണെന്ന് പറഞ്ഞു, അതിന്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ഡിജിറ്റൽ സിഗ്നൽ ട്രാൻസ്മിഷൻ, വോയിസ് പ്ലസ് ലിമിറ്റഡ് ഡേറ്റ സർവീസ്, ബെറ്റർ സെക്യൂരിറ്റി, ഇംപ്രൂവ്ഡ് കവറേജ് ആൻഡ് കപ്പാസിറ്റി. ദെൻ ടൈപ്സ് ഓഫ് 2G ടെക്നോളജീസ് പറഞ്ഞു, GSM ദാറ്റ് ഈസ് ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ, GPRS ജനറൽ പാക്കറ്റ് റേഡിയോ സർവീസസ്, എഡ്ജ് എൻഹാൻസ്ഡ് ഡേറ്റ റേറ്റ് ഫോർ GSM എവല്യൂഷൻ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി CDMA ദാറ്റ് ഈസ് കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്. ഓക്കെ, കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ആണ്. ഇതൊരു ഓൾട്ടർനേറ്റീവ് ആണ്, GSMന്റെ ഓൾട്ടർനേറ്റീവ് ആണ് നമ്മൾ പറഞ്ഞു. ദെൻ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസ് ദാറ്റ് ഈസ് ഡിസഡ്വാൻറ്റേജസും പറഞ്ഞു. സോ തേർഡ് ജനറേഷൻ എന്ന് പറയുന്നത് ഈ ഒരു 2Gന്റെ ആഫ്റ്റർ ദ സക്സസ് ഓഫ് 2Gക്ക് ശേഷം ഈ ഒരു ദ ഡിമാൻഡ് ഫോർ ഫാസ്റ്റർ ഡേറ്റ ആൻഡ് മൾട്ടിമീഡിയ സർവീസസ് ഗ്രൂ റാപ്പിഡ്ലി. So after the success of 2G, the demand for faster data and multimedia services grew rapidly. Okay, faster data and multimedia services demand rapidly വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് ഒരു തേർഡ് ജനറേഷൻ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഏർലി 2000 ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുണ്ട്. സോ ഇതൊരിക്കലും ഏർലിയർ ജനറേഷൻ പോലെയല്ല. ഇത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് വോയിസും അതുപോലെ തന്നെ വോയിസും SMS-ഉം ആണ്. ഈ 3G ഡിസൈൻ ചെയ്തേക്കുന്നത് മൊബൈൽ ബ്രോഡ്ബാൻഡ് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഈ ഒരു 2Gന്റെ സക്സസിന് ശേഷം ഫാസ്റ്റർ ഡേറ്റ ആൻഡ് മൾട്ടിമീഡിയ സർവീസസിന്റെ ഡിമാൻഡ് വളർന്നുകൊണ്ടേയിരുന്നു. ഇത് തേർഡ് ജനറേഷൻ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഇൻ ദ ഏർലി 2000 ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുണ്ട്. ഇതൊരിക്കലും മുന്നേയുള്ള ജനറേഷൻ പോലെയല്ല. ഇത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് വോയിസസും SMS-ഉം ആണ്. 3G ഡിസൈൻ ചെയ്തേക്കുന്നത് മൊബൈൽ ബ്രോഡ്ബാൻഡ് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്തൊക്കെയാണ് 3Gന്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? കീ ഫീച്ചേഴ്സ് ഓഫ് 3G എന്തൊക്കെയാണ്? കോമ്പിനേഷൻ ഓഫ് വോയിസ് ആൻഡ് ഡേറ്റ സർവീസസ്. ഓക്കെ, combination of voice and data services. ഈ 3G integrates traditional voice calls with high speed internet services. Okay, so 3G എന്ത് ചെയ്യുന്നുണ്ട്? Integrates traditional voice calls with high speed internet services.
ഇത് മീൻ ചെയ്യുന്നത് യൂസേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അതായത് യൂസേഴ്സ് ബ്രൗസ് ദ വെബ്, യൂസേഴ്സിന് വെബ് ബ്രൗസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇമെയിൽ ചെക്ക് ചെയ്യാനും കോൾസ് ഒക്കെ ഒരേ ഡിവൈസിന് കോൾ ചെയ്യാനായിട്ടും പറ്റുന്നുണ്ട്. സോ 3G ഇന്റഗ്രേറ്റ് ട്രഡീഷണൽ വോയിസ് കോൾ വിത്ത് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് സർവീസ്. നെക്സ്റ്റ് WCDMA ടെക്നോളജി. ഇതൊരു വൈഡ് ബാൻഡ് കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ആണ്. ഓക്കെ, വൈഡ് ബാൻഡ് കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ഈ ഒരു മെയിൻ ടെക്നോളജി. ഓക്കെ, ഈ ഒരു 3Gന്റെ ബിഹൈൻഡിലുള്ള മെയിൻ ടെക്നോളജിയാണ്. ഓക്കെ, സോ ഈ ഒരു 3Gന്റെ ബിഹൈൻഡിലുള്ള മെയിൻ ടെക്നോളജി എന്ന് പറയുന്നത് WCDMA ആണ്. ഇത് ഒരു സ്പ്രെഡ് സ്പെക്ട്രം വിച്ച് ഇസ് എ സ്പ്രെഡ് സ്പെക്ട്രം ടെക്നിക് ആണ്. ഇതൊരിക്കലും GSM പോലെയല്ല, ദാറ്റ് ഇസ് TDMA ബേസ്ഡ് അല്ല. ഈ WCDMA ഒന്നിൽ കൂടുതൽ യൂസേഴ്സിന് സെയിം ഫ്രീക്വൻസി സ്പെക്ട്രം മിനിമൽ ഇന്റർഫറൻസോട് കൂടിയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതൊരിക്കലും GSM പോലെയല്ല, TDMA ബേസ്ഡ് അല്ല എന്നാ പറയുന്നത്. ഈ WCDMA ഒന്നിൽ കൂടുതൽ യൂസേഴ്സിന് സെയിം ഫ്രീക്വൻസി സ്പെക്ട്രം മിനിമൽ ഇന്റർഫറൻസോട് കൂടിയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. ഇത് ബെറ്റർ ക്വാളിറ്റി ആൻഡ് ഹയർ ഡേറ്റ കപ്പാസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബെറ്റർ ക്വാളിറ്റിയും ഹയർ ഡേറ്റ കപ്പാസിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, സപ്പോർട്ട് ഫോർ മൾട്ടിമീഡിയ ആപ്ലിക്കേഷൻസ്. ഓക്കെ, സപ്പോർട്ട് ഫോർ മൾട്ടിമീഡിയ ആപ്ലിക്കേഷൻസ്. ഈ 3G വീഡിയോ കോളിംഗ് ഇനാബിൾ ചെയ്യുന്നുണ്ട്. ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും യൂസേഴ്സിന്. ഓക്കെ, 3G വീഡിയോ കോളിംഗ് ഇനാബിൾ ചെയ്യുന്നുണ്ട്. ഇത് യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. ഇത് മൊബൈൽ TV സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോ സ്ട്രീമിംഗ്, മൾട്ടിമീഡിയ മെസ്സേജിംഗ് ദാറ്റ് ഇസ് MMS, അതുപോലെ തന്നെ റിച്ചർ ഇന്റർനെറ്റ് ബ്രൗസിംഗ് ഒക്കെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഡേറ്റ സ്പീഡ്സ്. ഈ ഒരു 3G നെറ്റ്വർക്ക്സ് ഡേറ്റ സ്പീഡ് ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് ഈ 384 kbps to 2 Mbps ഇടയിലുള്ള ഡേറ്റ സ്പീഡ് ഈ ഒരു 3G നെറ്റ്വർക്ക് പ്രൊവൈഡ് അല്ലെങ്കിൽ ഓഫർ ചെയ്യുന്നുണ്ട്. ഇതൊരു ഹ്യൂജ് ലീപ്പ് ആയിരിക്കും 2G സ്പീഡിന്റെ അകത്ത് നിന്നുള്ള. ഓക്കെ, ദിസ് വാസ് എ ഹ്യൂജ് ലീപ്പ് ഫ്രം 2G സ്പീഡ്. ഇത് ഫ്യൂ ഹൺഡ്രഡ്, അതായത് ഓൺലി എ ഫ്യൂ ഹൺഡ്രഡ് kbps at most. ഓക്കെ, സോ എന്തൊക്കെയായിരുന്നു കീ ഫീച്ചേഴ്സ് ഓഫ് 3G എന്ന് പറയുന്നത്? കോമ്പിനേഷൻ ഓഫ് വോയിസ് ആൻഡ് ഡേറ്റ സർവീസസ്. ഈ 3G ട്രഡീഷണൽ ആയിട്ടുള്ള വോയിസ് കോള് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് വിത്ത് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് സർവീസ്. ഇത് മീൻ ചെയ്യുന്നത് യൂസേഴ്സിന് വെബ് ബ്രൗസ് ചെയ്യാം, ഇമെയിൽസ് ചെക്ക് ചെയ്യാം, അതുപോലെ തന്നെ ഒരേ ഡിവൈസിന്റെ അകത്തുനിന്ന് കോള് ചെയ്യാനായിട്ടും പറ്റുന്നുണ്ട്. ഇനി WCDMA ടെക്നോളജി. ദിസ് ഇസ് എ വൈഡ് ബാൻഡ് കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ആണ്. ഓക്കെ, വൈഡ് ബാൻഡ് കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ആണ്. ഈ ഒരു മെയിൻ ടെക്നോളജിയാണ് 3Gന്റെ ബിഹൈൻഡിലുള്ള മെയിൻ ടെക്നോളജി എന്ന് പറയുന്നത് WCDMA ആണ്. ഇതൊരു സ്പ്രെഡ് സ്പെക്ട്രം ടെക്നോളജിയാണ്. ഈ GSM പോലെയല്ല, TDMA ബേസ്ഡ് അല്ല. ഈ WCDMA എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ യൂസേഴ്സിന് ഓക്കെ സെയിം ഫ്രീക്വൻസി സ്പെക്ട്രം മിനിമൽ ഇന്റർഫറൻസോട് കൂടിയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. ഇത് ബെറ്റർ ക്വാളിറ്റിയും ഹയർ ഡേറ്റ കപ്പാസിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മൾട്ടിമീഡിയ ആപ്ലിക്കേഷൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സപ്പോർട്ട് ഫോർ മൾട്ടിമീഡിയ ആപ്ലിക്കേഷൻസ്. ഈ 3G വീഡിയോ കോളിംഗ് ഇനാബിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. ഇത് മൊബൈൽ TV സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വീഡിയോ സ്ട്രീമിംഗ്, അതുപോലെ തന്നെ മൾട്ടിമീഡിയ മെസ്സേജിംഗ് ദാറ്റ് ഇസ് MMSഉം, അതുപോലെ തന്നെ റിച്ചർ ഇന്റർനെറ്റ് ബ്രൗസിംഗും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഡേറ്റ സ്പീഡ്. 3G നെറ്റ്വർക്ക്സ് ഡേറ്റ സ്പീഡ് 384 kbps തൊട്ടിട്ട് 2 Mbps ഇടയിൽ ഡേറ്റ സ്പീഡ് ഇത് ഓഫർ ചെയ്യുന്നുണ്ട്. ഇതൊരു ഹ്യൂജ് ലീപ്പ് ആയിരിക്കും 2G സ്പീഡിന്റെ അകത്തുനിന്ന്. ഫ്രം 2G സ്പീഡ് ഇതൊരു ഹ്യൂജ് ലീപ്പ് ആയിരിക്കും. ഓൺലി എ ഫ്യൂ ഹൺഡ്രഡ് kbps at most. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് 3D. ഇത് മൊബൈൽ ഇന്റർനെറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ റിയൽ ടൈം ബ്രൗസിങ്, ഡൗൺലോഡിങ്, ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ഒക്കെ റിയൽ ടൈം ബ്രൗസിങ്, ഡൗൺലോഡിങ്, ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അനുവദിക്കുന്നുണ്ട്. സോ മൊബൈൽ ഇന്റർനെറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് റിയൽ ടൈം ബ്രൗസിങ്, ഡൗൺലോഡിങ്, ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ഒക്കെ അനുവദിക്കുന്നുണ്ട്. സോ വീഡിയോ കോളിങ്ങും അതുപോലെ തന്നെ മൾട്ടിമീഡിയ സർവീസസും. ഓക്കെ, വീഡിയോ കോളിങ്ങും മൾട്ടിമീഡിയ സർവീസസും.
ഇത് കമ്മ്യൂണിക്കേഷൻ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. സോ സിമ്പിൾ വോയിസ് ആൻഡ് ടെക്സ്റ്റിന് പുറമെ കമ്മ്യൂണിക്കേഷൻ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? എൻഹാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിയോണ്ട് സിമ്പിൾ വോയിസ് ആൻഡ് ടെക്സ്റ്റ്. ബെറ്റർ ക്വാളിറ്റി ആൻഡ് കവറേജ്, ഇത് വോയിസ് ക്ലാരിറ്റി ഇംപ്രൂവ് ചെയ്തിട്ട് അതായത് വോയിസ് ക്ലാരിറ്റി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രോപ്ഡ് കോൾസ് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ വൈഡർ ഏരിയ സർവീസസ് ആണ്. ഇനാബിൾഡ് സ്മാർട്ട് ഫോൺസ്, ഈ ഒരു 3Gന്റെ വളർച്ച എന്ത് ചെയ്യുന്നുണ്ട്? വെൻ ഹാൻഡ് ഇൻ ഹാൻഡ് with the rise of smartphones that could run up apps, stream content and connect globally. സോ ഈ ഒരു മൊബൈൽ നെറ്റ്വർക്ക്സ് എന്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? റിയൽ ടൈം ബ്രൗസിങ് അനുവദിക്കുന്നുണ്ട്, ഡൗൺലോഡിങ്ങും അതുപോലെ തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻസും അനുവദിക്കുന്നുണ്ട്, വീഡിയോ കോളിംഗ് ആൻഡ് മൾട്ടി മീഡിയ സർവീസസ്. ഈ കമ്മ്യൂണിക്കേഷൻ ബിയോണ്ട് സിമ്പിൾ വോയിസ് ആൻഡ് ടെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ബെറ്റർ ക്വാളിറ്റി ആൻഡ് കവറേജ്, വോയിസ് ക്ലാരിറ്റി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, ഫ്യൂവർ ഡ്രോപ്ഡ് കോൾസ്, വൈഡർ ഏരിയ സർവീസസ്. Enabled smartphones, the growth of 3G went hand in hand with the rise of smartphones that could run apps, stream content and connect globally. Disadvantages of 3G. ഹൈ കോസ്റ്റ് ഓഫ് ഡിപ്ലോയ്മെന്റ്. ഈ ഒരു 3G നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യുന്നത് സെറ്റപ്പ് 3G നെറ്റ്വർക്ക്സ് റിക്വയർസ് എന്തൊക്കെ ആവശ്യമുണ്ട്? ഒരു പുതിയ ഇൻഫ്രാസ്ട്രക്ചർ വേണം. ഇത് വളരെ എക്സ്പെൻസീവ്, ടെലികോം കമ്പനീസിന് വളരെ എക്സ്പെൻസീവ് ആണ്. സോ ഒരു 3G നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു പുതിയ ഇൻഫ്രാസ്ട്രക്ചർ വേണം. ഇത് വളരെ എക്സ്പെൻസീവ്, ടെലികോം കമ്പനീസിന് വളരെ എക്സ്പെൻസീവ് ആണ്. നെക്സ്റ്റ്, സ്പെക്ട്രം ലൈസൻസിങ് ഫീസ് വെയർ ഓൾസോ ഹൈ. ഈ സ്പെക്ട്രം ലൈസൻസിങ് ഫീസും എന്താണ്? വളരെ കൂടുതലാണ്. സോ ഒരു 3G നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമാണ്. ഇത് ടെലികോം കമ്പനീസിന് വളരെ എക്സ്പെൻസീവ് ആണ്. ഇനി റിക്വയേഴ്സ് കോമ്പാക്റ്റബിൾ ഹാൻഡ്സെറ്റ്. റിക്വയേഴ്സ് കോമ്പാക്റ്റബിൾ ഹാൻഡ്സെറ്റ്. ഈ പഴയ 2G ഫോൺസ് ഒക്കെ ഒരിക്കലും 3G സർവീസസ് സപ്പോർട്ട് ചെയ്യുന്നില്ല. പഴയ 2G ഫോൺസ് ഒരിക്കലും 3G സർവീസസ് സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ യൂസേഴ്സിന് ഒരു പുതിയ 3G കോമ്പാക്റ്റബിൾ സ്മാർട്ട് ഫോണ് ബൈ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ യൂസേഴ്സിന് ഒരു പുതിയ 3G കോമ്പാക്റ്റബിൾ സ്മാർട്ട് ഫോൺസ് വാങ്ങിക്കേണ്ടതായിട്ട് വരും. ഇത് കോസ്റ്റ്ലി ആണ്, വിച്ച് വെർ കോസ്റ്റ്ലി ഇൻ ദ ബിഗിനിങ്. സോ പഴയ 2G ഫോൺസ് ഒരിക്കലും 3G സർവീസസ് സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ യൂസേഴ്സിന് ഒരു പുതിയ 3G കോമ്പാക്റ്റബിൾ സ്മാർട്ട് ഫോൺസ് വാങ്ങിക്കേണ്ടതായിട്ട് വരും. ഇത് ബിഗിനിങ്ങിൽ എന്താണ്? കോസ്റ്റ്ലി ഏറ്റവും. നെക്സ്റ്റ്, ബാറ്ററി കൺസപ്ഷൻ. ഈ പഴയ 3G ഡിവൈസസ് കൂടുതൽ പവർ കൺസ്യൂം ചെയ്യും. ഇത് ഷോർട്ടർ ബാറ്ററി ലൈഫിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. 3G സർവീസസ് കൂടുതൽ പവർ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഷോർട്ടർ ബാറ്ററി ലൈഫിന് കാരണമാവുന്നുണ്ട്. സോ എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് 3G എന്ന് പറയുന്നത്? ഹൈ കോസ്റ്റ് ഓഫ് ഡിപ്ലോയ്മെന്റ് ആണ്. ഈ ഒരു 3G നെറ്റ്വർക്കിംഗ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമാണ്. ഇതൊരു ടെലികോം കമ്പനീസിനെ വെച്ച് നോക്കുന്ന സമയത്ത് വളരെ എക്സ്പെൻസീവ് ആണ്. നെക്സ്റ്റ്, സ്പെക്ട്രം ലൈസൻസിങ് ഫീസ് എന്ന് പറയുന്നതും ഓൾസോ ഹൈ ആണ്. നെക്സ്റ്റ്, റിക്വയേഴ്സ് കോമ്പാക്റ്റബിൾ ഹാൻഡ്സെറ്റ്. ഈ പഴയ 2G ഫോൺസ് ഒരിക്കലും 3G സർവീസസ് സപ്പോർട്ട് ചെയ്യുന്നില്ല. സോ യൂസേഴ്സ് ഒരു പുതിയ 3G കോമ്പാക്റ്റബിൾ സ്മാർട്ട് ഫോൺസ് വാങ്ങിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇത് ബിഗിനിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്താ? കോസ്റ്റ്ലി ആണ്. നെക്സ്റ്റ്, ബാറ്ററി കൺസംഷൻ. ഈ പഴയ 3G ഡിവൈസസ് ഒക്കെ കൂടുതൽ പവർ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഇത് ഷോർട്ടർ ബാറ്ററി ലൈഫിന് കാരണമാവുന്നുണ്ട്. സോ എന്തൊക്കെയായിരുന്നു നമ്മൾ തേർഡ് ജനറേഷനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഈ ഒരു 2Gന്റെ സക്സസിന് ശേഷം ഫാസ്റ്റർ ഡേറ്റ മൾട്ടിമീഡിയ സർവീസസിന്റെ ഡിമാൻഡ്സ് വളർന്നുകൊണ്ടേയിരുന്നു. ഇത് തേർഡ് ജനറേഷൻ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഏർലി 2000s കാരണമായിട്ടുണ്ട്. സോ കീ ഫീച്ചേഴ്സ് ഓഫ് 3G എന്തൊക്കെയാണ്? കോമ്പിനേഷൻ ഓഫ് വോയിസ് ആൻഡ് ഡേറ്റ സർവീസസ്, WCDMA ടെക്നോളജി, ദാറ്റ് ഈസ് വയേർഡ് ബാൻഡ്, വൈഡ് ബാൻഡ്, കോഡ് ഡിവിഷൻ, മൾട്ടിപ്പിൾ ആക്സസ്. ഇനി മൾട്ടിമീഡിയ ആപ്ലിക്കേഷൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഡേറ്റ സ്പീഡ്സും. അഡ്വാൻറ്റേജസ് ഓഫ് 3G എന്തൊക്കെയായിരുന്നു? ഇത് മൊബൈൽ ഇന്റർനെറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോ കോളിങ്ങും മൾട്ടിമീഡിയ സർവീസസും. നെക്സ്റ്റ്, ബെറ്റർ ക്വാളിറ്റി ആൻഡ് കവറേജ്. സ്മാർട്ട് ഫോൺസ് ഇനാബിൾ ചെയ്യുന്നുണ്ട്.
ഡിസഡ്വാൻറ്റേജസ് ഓഫ് 3G എന്ന് പറയുന്നത് ഹൈ കോസ്റ്റ് ആണ്, അതായത് ഡിപ്ലോയ്മെന്റിന് വേണ്ടിയിട്ട് ഹൈ കോസ്റ്റ് ആണ്. കോമ്പാക്റ്റബിൾ ഹാൻഡ്സെറ്റ് ഇതിന് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ബാറ്ററി കൺസംപ്ഷൻ. നെക്സ്റ്റ് ജനറേഷൻ ആണ് 4th ജനറേഷൻ എന്ന് പറയുന്നത്. ഈ 3Gക്ക് ശേഷം ഈ ഡിമാൻഡ്സ് എന്താണ്, അതായത് മച്ച് ഫാസ്റ്റർ മൊബൈൽ ഇന്റർനെറ്റിന്റെ ഡിമാൻഡ് കുറച്ചുകൂടെ വളർന്നുകൊണ്ടേയിരുന്നു. സോ ആഫ്റ്റർ 3G there was a growing demand for much faster mobile internet. എന്തിനു വേണ്ടിയിട്ടാണ്? സ്ട്രീമിങ്ങും ഗെയിമിങ്ങും മൊബൈൽ ആപ്ലിക്കേഷനും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഒരു 4th ജനറേഷൻ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അറൌണ്ട് 2009 തൊട്ടിട്ട് 2010 ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു 4th ജനറേഷൻ വന്നിട്ടുള്ളത്. സോ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു 4th ജനറേഷൻ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുണ്ട്. ഈ 4G എന്ന് പറയുന്നത് ബെസ്റ്റ് നോൺ ഫോർ ബ്രിങ്ങിങ് ട്രൂ ഹൈ സ്പീഡ് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് ടു മൊബൈൽ ഡിവൈസസ്. ഓക്കെ, സോ 3Gക്ക് ശേഷം there was a growing demand for much faster mobile internet to support streaming, gaming and mobile application. ഇത് 4th ജനറേഷൻ മൊബൈൽ കമ്മ്യൂണിക്കേഷന് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുണ്ട് അറൌണ്ട് 2009 to 2010. ഓക്കെ, നെക്സ്റ്റ് 4G എന്ന് പറയുന്നത് ബെസ്റ്റ് നോൺ ഫോർ ബ്രിങ്ങിങ് ട്രൂ ഹൈ സ്പീഡ് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് ടു മൊബൈൽ ഡിവൈസസ്. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ കീ ടെക്നോളജീസ് എന്ന് പറയുന്നത്? ഹിയർ വി ഹാവ് കീ ടെക്നോളജീസ്. ഓക്കെ, ഫസ്റ്റ് LTE എന്ന് പറയുന്നത് എന്താ? ലോങ് ടേം എവല്യൂഷൻ ആണ്. ഓക്കെ, കീ ടെക്നോളജി ദാറ്റ് ഈസ് LTE ലോങ് ടേം എവല്യൂഷൻ ആണ്. സോ മെയിൻ സ്റ്റാൻഡേർഡ് ഫോർ 4G എന്ന് പറയുന്നത് LTE ആണ്. ഓക്കെ, മെയിൻ സ്റ്റാൻഡേർഡ് ഫോർ 4G എന്ന് പറയുന്നത് LTE ആണ്. ഇത് എന്തിനു അതായത് ഈ LTE എന്ന് പറയുന്നത് എന്താ? LTE സ്റ്റാൻഡ് ഫോർ ലോങ് ടേം എവല്യൂഷൻ. ഓക്കെ, സോ ഈ 4Gന്റെ മെയിൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് LTE ആണ്, വിച്ച് സ്റ്റാൻഡ് ഫോർ ലോങ് ടേം എവല്യൂഷൻ. ഈ LTE ഫുള്ളി ഡിജിറ്റൽ പാക്കറ്റ് സ്വിച്ച്ഡ് നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫുള്ളി ഡിജിറ്റൽ പാക്കറ്റ് സ്വിച്ച്ഡ് നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് മുന്നേയുള്ള സിസ്റ്റം പോലെയല്ല. ഓക്കെ, ഇത് മുന്നേയുള്ള സിസ്റ്റം പോലെയല്ല. LTE എന്ന് പറയുന്നത് IP ബേസ്ഡ് ആണ്. ഓക്കെ, ഇത് മുന്നേയുള്ള സിസ്റ്റം പോലെയല്ല. LTE എന്ന് പറയുന്നത് IP ബേസ്ഡ് ആണ്. ഇത് മീൻ ചെയ്യുന്നത് എല്ലാ കമ്മ്യൂണിക്കേഷൻസും, അതായത് ഈ വോയിസ്, വീഡിയോ, ഡേറ്റ ഒക്കെ പോലെയുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ പാക്കറ്റ്സ് ആയിട്ടായിരിക്കും. ഓക്കെ, is transmitted as internet protocol packet. Okay, so ഈ ഒരു മെയിൻ സ്റ്റാൻഡേർഡ് ഫോർ 4G എന്ന് പറയുന്നത് LTE ആണ്. ഇത് LTE സ്റ്റാൻഡ് ഫോർ ലോങ് ടേം എവല്യൂഷൻ. ഈ LTE ഒരു ഫുള്ളി ഡിജിറ്റൽ പാക്കറ്റ് സ്വിച്ച്ഡ് നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് മുന്നേയുള്ള സിസ്റ്റം പോലെയല്ല. LTE എന്ന് പറയുന്നത് IP ബേസ്ഡ് ആണ്. അതായത് എല്ലാ കമ്മ്യൂണിക്കേഷൻസും, വോയിസ് ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ഡേറ്റ ആണെന്നുണ്ടെങ്കിലും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ പാക്കറ്റ്സ് ആയിട്ടായിരിക്കും. ഓക്കെ, ഇനി എന്തൊക്കെയാണ് 4Gന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ആണ്. ഓക്കെ, എന്തൊക്കെയാണ് 4Gന്റെ ഫീച്ചേഴ്സ്? ഹൈ സ്പീഡ് ഇന്റർനെറ്റ്. ഈ 4G എന്ത് ചെയ്യുന്നുണ്ട്? ഡേറ്റ സ്പീഡ്, അതായത് ഈ 100 Mbps തൊട്ടിട്ട് അപ് ടു 1 Gbps വരെ ഒരു ഐഡിയൽ കണ്ടീഷന്റെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? സ്പീഡ് ഓഫർ ചെയ്യുന്നുണ്ട്, ഡേറ്റ സ്പീഡ് ഓഫർ ചെയ്യുന്നുണ്ട്. സോ 4G ഓഫേഴ്സ് ഡേറ്റ സ്പീഡ് റേഞ്ചിങ് ഫ്രം 100 Mbps to 1 GB/s അണ്ടർ ഐഡിയൽ കണ്ടീഷൻ. ഇതൊരു ഹ്യൂജ് ഇംപ്രൂവ്മെന്റ് ആണ്. ഓക്കെ, ഇതൊരു ഹ്യൂജ് ഇംപ്രൂവ്മെന്റ് ആണ് ഓവർ 3G. ഓക്കെ, ഇത് എന്ത് ഓഫർ ചെയ്യുന്നുണ്ട്? ഓൺലി അപ് ടു 2 Mbps വരെയാ ഓഫർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ദിസ് വാസ് എ ഹ്യൂജ് ഇംപ്രൂവ്മെന്റ് ഓവർ 3G. അതായത് ഈ 3G എന്ന് പറയുന്നത് 2 Mbps വരെയല്ലേ ഓഫർ ചെയ്യുന്നുള്ളൂ. അപ്പൊ അത് വെച്ച് നോക്കുന്ന സമയത്ത് വലിയൊരു രീതിയിലുള്ള ഒരു ഇംപ്രൂവ്മെന്റ് ഈ ഒരു 4Gക്ക് നടന്നിട്ടുണ്ട്, റൈറ്റ്? സോ ദാറ്റ് ഈസ് ഹൈ സ്പീഡ് ഇന്റർനെറ്റ്. ദെൻ അഡ്വാൻസ്ഡ് ആപ്ലിക്കേഷൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് അഡ്വാൻസ്ഡ് ആപ്ലിക്കേഷൻസ്, അതായത് ഈ HD വീഡിയോ സ്ട്രീമിങ്. ഓക്കെ, HD വീഡിയോ സ്ട്രീമിങ്. ഈ യൂട്യൂബും അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ് ഒക്കെ പോലെയുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ടാവില്ലേ, അത് ഈ 4Gന്റെ സ്പീഡ് കാരണം കുറച്ചുകൂടെ പോപ്പുലർ ആയിട്ടുണ്ട്. ഓക്കെ, ഈ യൂട്യൂബും നെറ്റ്ഫ്ലിക്സും പോലെയുള്ള പ്ലാറ്റ്ഫോംസ് ഈ 4G സ്പീഡ് കാരണം പോപ്പുലർ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഓൺലൈൻ ഗെയിമിംഗ്.
സ്മൂത്ത് റിയൽ ടൈം ഗെയിമിങ്. ഓക്കെ, മൊബൈൽ ഡിവൈസിന്റെ അകത്ത് സ്മൂത്ത് റിയൽ ടൈം ഗെയിമിങ് പോസിബിൾ ആക്കിയിട്ടുണ്ട്. ഓക്കെ, സ്മൂത്ത് റിയൽ ടൈം ഗെയിമിങ് ഓൺ മൊബൈൽ ഡിവൈസ് ബിക്കേം പോസിബിൾ. ദാറ്റ് ഈസ് ഓൺലൈൻ ഗെയിമിംഗ്. നെക്സ്റ്റ്, വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ഓക്കെ, വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഇതെന്ന് പറയുന്നത് ഒരു വോയിസ് സർവീസ് ആണ്. ഈ വാട്സാപ്പ്, സ്കൈപ്പ്, സൂം ഒക്കെ പോലെ ഉള്ള സർവീസസ് റിലേ ഓൺ 4G നെറ്റ്വർക്ക്. നെക്സ്റ്റ്, മൾട്ടിമീഡിയ സർവീസസ്. ഈ ഈസി ആയിട്ടുള്ള അതായത് ഈ മ്യൂസിക്, വീഡിയോ കോൾസ്, മൊബൈൽ ആപ്സ്, അതുപോലെ തന്നെ ക്ലൗഡ് ബേസ്ഡ് സർവീസസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, HD വീഡിയോ സ്ട്രീമിംഗ്, ഓൺലൈൻ ഗെയിമിംഗ്, വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ, മൾട്ടിമീഡിയ സർവീസസ്. ഇനി ഫുള്ളി IP ബേസ്ഡ് നെറ്റ്വർക്ക് ആണ് ഇത്. ഓക്കെ, ഇത് ഫുൾ ആയിട്ട് IP ബേസ്ഡ് നെറ്റ്വർക്ക് ആണ്. ഇതൊരിക്കലും 3G പോലെയല്ല. ഓക്കെ, അതായത് ഒരു സർക്യൂട്ട് സ്വിച്ചും അതുപോലെ തന്നെ പാക്കറ്റ് സ്വിച്ച്ഡ് ടെക്നോളജിയും കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന 3G പോലെയല്ല. ഇത് 4G എന്ന് പറയുന്നത് ഫുൾ ആയിട്ട് തന്നെ IP ബേസ്ഡ് ആണ്. സോ അൺലൈക്ക് 3G വിച്ച് യൂസ്ഡ് എ മിക്സ് ഓഫ് സർക്യൂട്ട് സ്വിച്ച്ഡ് ആൻഡ് പാക്കറ്റ് സ്വിച്ച്ഡ് ടെക്നോളജി, 4G എന്ന് പറയുന്നത് ഫുള്ളി IP ബേസ്ഡ് ആണ്. ഇത് ഡേറ്റ ട്രാൻസ്ഫർ ഫാസ്റ്ററും കൂടുതൽ റിലയബിളും എഫിഷ്യന്റും ആക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഡേറ്റ ട്രാൻസ്ഫർ ഫാസ്റ്ററും കൂടുതൽ റിലയബിളും എഫിഷ്യന്റും ആക്കുന്നുണ്ട്. ഓക്കെ, ഇത് സീംലെസ് switching between voice and data services become possible. Seamless switching between voice and data services. Seamless switching between voice and data services become possible. So fully IP based network. ഇത് 3G പോലെയല്ല. അതായത് which used a mix of circuit switched and packet switched technology. 4G എന്ന് പറയുന്നത് ഫുള്ളി IP ബേസ്ഡ് ആണ്. ഇത് ഡേറ്റ ട്രാൻസ്ഫർ ഫാസ്റ്ററും മോർ റിലയബിളും എഫിഷ്യന്റും ആക്കുന്നുണ്ട്. സീംലെസ് സ്വിച്ചിങ്, ഈ വോയിസും ഡേറ്റ സർവീസിന്റെയും ഇടയിലുള്ള സീംലെസ് സ്വിച്ചിങ് കുറച്ചുകൂടെ പോസിബിൾ ആക്കുന്നുണ്ട്. നെക്സ്റ്റ്, എന്തൊക്കെയായിരുന്നു ഫീച്ചേഴ്സ് ഓഫ് 4G എന്ന് പറയുന്നത്? ഹൈ സ്പീഡ് ഇന്റർനെറ്റ്, അതായത് ഈ 4G എന്ത് ഓഫർ ചെയ്യുന്നുണ്ട്? ഡേറ്റ സ്പീഡ് റേഞ്ചിങ് ഫ്രം 100 Mbps അപ് ടു 1 Gbps അണ്ടർ ഐഡിയൽ കണ്ടീഷൻ. ഇതൊരു ഹ്യൂജ് ഇന്റർനെറ്റ് ആണ്. അതായത് 3G വെച്ച് നോക്കുന്ന സമയത്ത് ഇതൊരു ഹ്യൂജ് ഇംപ്രൂവ്മെന്റ് ആണ്. 3G എന്തേ ഓഫർ ചെയ്യുന്നുള്ളൂ? അപ് ടു 2 Mbps വരെ മാത്രമേ സ്പീഡ് ഓഫർ ചെയ്യുന്നുള്ളൂ. ആപ്ലിക്കേഷൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ HD വീഡിയോ സ്ട്രീമിംഗ്, ഈ പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള യൂട്യൂബും നെറ്റ്ഫ്ലിക്സും ഒക്കെ ഈ 4Gന്റെ സ്പീഡ് കാരണമാണ് പോപ്പുലർ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഓൺലൈൻ ഗെയിമിങ്, ഈ സ്മൂത്ത് ആയിട്ടുള്ള റിയൽ ടൈം ഗെയിമിങ് മൊബൈൽ ഡിവൈസിനകത്ത് പോസിബിൾ ആക്കുന്നുണ്ട്. നെക്സ്റ്റ്, വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ഈ വോയിസ് സർവീസസ് ആയിട്ടുള്ള വാട്സാപ്പ്, സ്കൈപ്പ്, സൂം ഒക്കെ റിലേ ഓൺ 4G നെറ്റ്വർക്ക്സ്. നെക്സ്റ്റ്, മൾട്ടിമീഡിയ സർവീസസ്, ഈസി ആക്സസ് ടു മ്യൂസിക്, വീഡിയോ കോൾസ്, മൊബൈൽ ആപ്ലിക്കേഷൻ ആൻഡ് ക്ലൗഡ് ബേസ്ഡ് സർവീസസ്. ഇനി ഫുള്ളി IP ബേസ്ഡ് നെറ്റ്വർക്ക് ആണ്. ഇത് 3G പോലെയല്ല. ഓക്കെ, അതായത് ഒരു മിക്സ് ഓഫ് സർക്യൂട്ട് സ്വിച്ച്ഡ് ആൻഡ് പാക്കറ്റ് സ്വിച്ച്ഡ് ടെക്നോളജി യൂസ് ചെയ്യുന്ന 3G പോലെയല്ല. 4G എന്ന് പറയുന്നത് ഫുൾ ആയിട്ട് തന്നെ IP ബേസ്ഡ് ആണ്. ഇത് ഡേറ്റ ട്രാൻസ്ഫർ ഫാസ്റ്ററും കൂടുതൽ റിലയബിളും എഫിഷ്യന്റും ആക്കുന്നുണ്ട്. സോ സീംലെസ് സ്വിച്ചിങ്, ഈ വോയിസും ഡേറ്റ സർവീസിന്റെയും ഇടയിലുള്ള സീംലെസ് സ്വിച്ചിങ് ഉണ്ടല്ലോ, അത് പോസിബിൾ ആക്കുന്നുണ്ട്. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് 4G. ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ആണ്. അതായത് മൊബൈൽ ഡിവൈസസിന് ഒരു മിനി കമ്പ്യൂട്ടർ ബ്രൗസിങ്ങിനും ആപ്സിനും സ്ട്രീമിങ്ങിനും വേണ്ടിയിട്ട്, ഓക്കെ, ബ്രൗസിങ്ങിനും ആപ്സിനും സ്ട്രീമിങ്ങിനും വേണ്ടിയിട്ടുള്ള ഒരു മിനി കമ്പ്യൂട്ടർ ആയിട്ട് ഈ ഒരു മൊബൈൽ ഡിവൈസ് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനാബിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇനാബിൾ മൊബൈൽ ഡിവൈസ് ടു ഫങ്ഷൻ ലൈക്ക് എ മിനി കമ്പ്യൂട്ടർ ഫോർ ബ്രൗസിംഗ്, ആപ്സ് ആൻഡ് സ്ട്രീമിംഗ്. നെക്സ്റ്റ്, സീംലെസ് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ്. സീംലെസ് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ്, HD വീഡിയോ കോൺഫറൻസിങ്, അതുപോലെ തന്നെ ഗെയിമിംഗ് ഒക്കെ സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, HD വീഡിയോ കോൺഫറൻസിങ്ങും ഗെയിമിങ്ങും സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഗ്ലോബൽ സ്റ്റാൻഡേർഡ്. LTE എന്ന് പറയുന്നത് വൈഡ്ലി അഡോപ്റ്റഡ്. LTE വാസ് വൈഡ്ലി അഡോപ്റ്റിംഗ്. ഇത് റോമിംഗ് ആൻഡ് ഇന്റർനാഷണൽ കോമ്പാക്റ്റബിലിറ്റി ഈസിയർ ആക്കുന്നുണ്ട്. ഓക്കെ, ഇത് റോമിങ്ങും ഇന്റർനാഷണൽ കോമ്പാക്റ്റബിലിറ്റിയും ഈസിയർ ആക്കുന്നുണ്ട്.
ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് 4G എന്ന് പറയുന്നത്? ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ആണ്. ഇത് മൊബൈൽ ഡിവൈസിന് ഒരു മിനി കമ്പ്യൂട്ടർ പോലെ, അതായത് ബ്രൗസിങ്ങിനും ആപ്സിനും സ്ട്രീമിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഒരു മിനി കമ്പ്യൂട്ടർ പോലെ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മൊബൈൽ ഡിവൈസിനെ ഇനാബിൾ ചെയ്യുന്നുണ്ട്. സീംലെസ് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ്, HD വീഡിയോ കോൺഫറൻസിങ്, ഗെയിമിംഗ് ഒക്കെ സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഗ്ലോബൽ സ്റ്റാൻഡേർഡ് LTE എന്ന് പറയുന്നത് വൈഡ്ലി അഡോപ്റ്റഡ്, മേക്കിംഗ് റോമിങ്ങും ഇന്റർനാഷണൽ കോമ്പാക്റ്റബിലിറ്റിയും ഈസിയർ. നെക്സ്റ്റ്, ഡിസഡ്വാൻറ്റേജസ് ഓഫ് 4G. അപ്പൊ ഒരു പുതിയ ഡിവൈസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, നമുക്കൊരു പുതിയ ഡിവൈസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. പഴയ 2G അല്ലെങ്കിൽ 3G ഫോൺസ് ഒരിക്കലും 4G സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, പഴയ 2G അല്ലെങ്കിൽ 3G ഫോൺസ് ഒരിക്കലും 4G സപ്പോർട്ട് ചെയ്യുന്നില്ല. സോ യൂസേഴ്സിന് എന്ത് ചെയ്യണം? LTE കോമ്പാക്റ്റബിൾ സ്മാർട്ട് ഫോൺസ് പെർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ പുതിയ ഡിവൈസ് നമുക്ക് ആവശ്യമാണ്. പഴയ 2G അല്ലെങ്കിൽ 3G ഫോൺസ് ഒരിക്കലും 4G സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ യൂസേഴ്സ് LTE കോമ്പാക്റ്റബിൾ സ്മാർട്ട് ഫോൺസ് പെർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ്, ഹൈ ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ്. ഈ ടെലികോം ഓപ്പറേറ്റേഴ്സിന് അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഈ ഹൈ ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ്, അതായത് ഈ ടെലികോം ഓപ്പറേറ്റേഴ്സ് ഈ ടവേഴ്സ്, സ്പെക്ട്രം, അതുപോലെ തന്നെ എക്യുപ്മെന്റ്സ് ഒക്കെ, അതായത് എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ്, റൈറ്റ്? അതൊക്കെ എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്? അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ്, ബാറ്ററി കൺസംഷൻ. ഈ ഹൈ സ്പീഡ് ആയിട്ടുള്ള ഡേറ്റ യൂസേജ് എന്ത് ചെയ്യുന്നുണ്ട്? മൊബൈൽ ബാറ്ററീസ് വളരെ വേഗത്തിൽ തന്നെ ഡ്രെയിൻ ചെയ്യുന്നുണ്ട്. സോ ഹൈ സ്പീഡ് ഡേറ്റ യൂസേജ് ഓഫൻ ഡ്രെയിൻസ് മൊബൈൽ ബാറ്ററീസ് ഫാസ്റ്റർ. സോ എന്തൊക്കെയായിരുന്നു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്? പുതിയ ഡിവൈസ് ആവശ്യമാണ്. അതായത് ഈ പഴയ 2G അല്ലെങ്കിൽ 3G ഫോൺസ് ഒരിക്കലും 4G യൂസ് ചെയ്യാനായിട്ട് പറ്റൂല. സോ യൂസേഴ്സിന് LTE കോമ്പാക്റ്റബിൾ സ്മാർട്ട് ഫോൺസ് പെർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ്, ഹൈ ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ്. ഈ ടെലികോം ഓപ്പറേറ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യണം? ഈ എക്സ്പെൻസീവ് ആയിട്ടുള്ള ടവേഴ്സ്, സ്പെക്ട്രംസ്, എക്യുപ്മെന്റ്സ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഈ ബാറ്ററി കൺസംഷൻ, ഹൈ സ്പീഡ് ഡേറ്റ യൂസേജ് എന്ത് ചെയ്യുന്നുണ്ട്? ഓഫൻ ഡ്രെയിൻസ് മൊബൈൽ ബാറ്ററി ഫാസ്റ്റർ. സോ നമ്മൾ 4Gനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തു. ഈ 3Gക്ക് ശേഷം, അതായത് ഈ എന്താണ്, ആഫ്റ്റർ 3G there was a growing demand for much faster mobile internet to support streaming, gaming and mobile application. ഇതാണ് 4th generation ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുള്ളത്. എന്തൊക്കെയായിരുന്നു കീ ടെക്നോളജി എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് LTE, ലോങ് ടേം എവല്യൂഷൻ ആണ്. ഓക്കെ, ഇതൊരു 4Gന്റെ ഒരു സ്റ്റാൻഡേർഡ് ആണ് LTE എന്ന് പറയുന്നത്. ഓക്കെ, ലോങ് ടേം എവല്യൂഷൻ. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് 4G. ഹൈ സ്പീഡ് ഇന്റർനെറ്റ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഫുൾ ആയിട്ട് തന്നെ IP ബേസ്ഡ് നെറ്റ്വർക്ക് ആണ്. അഡ്വാൻറ്റേജസ് ഓഫ് 4G, ഹൈ സ്പീഡ് ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സീംലെസ് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ്, ഗ്ലോബൽ സ്റ്റാൻഡേർഡ്. ഡിസഡ്വാൻറ്റേജസ്, പുതിയ ഡിവൈസസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഹൈ ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ്, ബാറ്ററി കൺസംഷൻ. നെക്സ്റ്റ്, 5th ജനറേഷൻ. സോ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഓൾമോസ്റ്റ് എല്ലാവരും യൂസ് ചെയ്യുന്നത് 5th ജെൻ ആയിരിക്കും, റൈറ്റ്? 5G അല്ലെങ്കിൽ 5th ജനറേഷൻ ഓഫ് മൊബൈൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അറൌണ്ട് 2020ലാണ്. പക്ഷെ നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന 2023, 24, 25 ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു, റൈറ്റ്? ഇതൊരിക്കലും ജസ്റ്റ് ഒരു അപ്ഗ്രേഡ് മാത്രമല്ല, സ്പീഡിന്റെ, അതായത് 4Gന്റെ അകത്തുനിന്ന് സ്പീഡ് മാത്രമല്ല ഇത് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളത്, ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയാണ് ഒരു വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്? ഓക്കെ, സോ ബട്ട് എ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ഇൻ ഹൗ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഇസ് ഡിസൈൻഡ്. ഈ ഒരു 5Gന്റെ എയിം എന്ന് പറയുന്നത് പീപ്പിളിന, മെഷീൻസിന, ഡിവൈസിന, ഈവൻ എൻറ്റയർ സിറ്റീസിനെ പോലും വിത്ത് എക്സ്ട്രീംലി ഫാസ്റ്റും റിലയബിൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് കണക്ട് ചെയ്യാന്നുള്ളതാണ്. So aim of 5G is to connect people, machine, devices and even entire cities with extremely fast and reliable communication. Okay, എങ്ങനെ കണക്ട് ചെയ്യുന്നേ? എക്സ്ട്രീംലി ഫാസ്റ്റും റിലയബിൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ട്. സോ 5th ജനറേഷൻ 5G അല്ലെങ്കിൽ 5th ജനറേഷൻ ഓഫ് മൊബൈൽ നെറ്റ്വർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അറൌണ്ട് 2020ലാണ്. ഇതൊരിക്കലും ജസ്റ്റ് ഒരു അപ്ഗ്രേഡ്, ഒരു സ്പീഡ്, അതായത് 4Gന്റെ സ്പീഡ് മാത്രമല്ല ഇത് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളത്, ബട്ട് ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ തന്നെ നടത്തിയിട്ടുണ്ട് ഇൻ ഹൗ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഇസ് ഡിസൈൻ.
സോ ഈ ഒരു 5Gന്റെ എയിം എന്ന് പറയുന്നത് പീപ്പിളിനെ, മെഷീനെ, ഡിവൈസിനെ, ഈവൻ എൻറ്റയർ സിറ്റീസിനെ പോലും എക്സ്ട്രീംലി ഫാസ്റ്റും റിലയബിൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്തൊക്കെയാണ് 5Gന്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? എക്സ്ട്രീംലി ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ആണ്. അതായത് 5Gക്ക് സ്പീഡ് അപ് ടു 10 GB/s വരെ സ്പീഡ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. എക്സ്ട്രീംലി ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ആണ്. 5Gക്ക് അപ് ടു 10 GB/s വരെ സ്പീഡ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിന് അതായത് പുട്ട് ദിസ് ഇൻ ടു പെർസ്പെക്റ്റീവ്, യു ക്യാൻ ഡൗൺലോഡ് എ ഫുൾ HD മൂവി ഇൻ ജസ്റ്റ് എ ഫ്യൂ സെക്കൻഡ്. അതായത് നമുക്ക് ഇവൻ ഒരു ഫുൾ HD മൂവി പോലും ജസ്റ്റ് ഒരു കുറച്ച് സമയം കൊണ്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. സോ 5G അപ് ടു 10 GB/s വരെ സ്പീഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് എന്ത് ചെയ്യുക, ഒരു ഫുൾ HD മൂവീസിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ജസ്റ്റ് ഒരു ഫ്യൂ സെക്കൻഡിനുള്ളിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നെക്സ്റ്റ്, ലോ ലാറ്റൻസി. ഈ ലാറ്റൻസി റെഫർ ചെയ്യുന്നത് ഈ സെൻഡിങ് ആൻഡ് റിസീവിങ് ഡേറ്റ, അതായത് ഒരു ഡേറ്റ സെൻഡ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും തമ്മിലുള്ള ആ ഒരു ഡിലേ ആണ് ഈ ലാറ്റൻസി എന്ന് പറയുന്നത്, റൈറ്റ്? സോ ഈ 4Gന്റെ അകത്ത് ലാറ്റൻസി എന്ന് പറയുന്നത് അറൌണ്ട് 50 മില്ലി സെക്കൻഡ്സ് ആണ്. ബട്ട് 5Gന്റെ അകത്ത് ആ 1 മില്ലി സെക്കൻഡിനേക്കാളും കുറവായിരിക്കും ഇതിന്റെ അകത്ത് വരുന്ന ഡിലേസ്, ലാറ്റൻസി എന്ന് പറയുന്നത്. ഇത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ഫോർ റിയൽ ടൈം ആപ്ലിക്കേഷൻസ്, അതായത് ഈ സെൽഫ് ഡ്രൈവിംഗ് കാർസില്, റിമോട്ട് സർജറീസില്, ഓൺലൈൻ ഗെയിമിങ്ങിനൊക്കെ ഇത് എന്താണ്, എക്സ്ട്രീംലി ഇമ്പോർട്ടൻസ് ആണ്. അവിടെ ഡിലേസ് ഒന്നും തന്നെ വരാനായിട്ട് പാടില്ല. ഓക്കെ, സോ ലാറ്റൻസി റെഫർ ചെയ്യുന്നത് എന്താ, ഈ സെൻഡിങ്ങും റിസീവിംഗ് ഡേറ്റയും തമ്മിലുള്ള ആ ഒരു ഡിലേ, അതിന്റെ ഇടയിലുള്ള ആ ഒരു ഡിലേനെയാണ് പറയുന്നത്. 4Gയില് 50 മില്ലി സെക്കൻഡ്സ് ആണെന്നുണ്ടെങ്കിൽ 5G എടുത്തു കഴിഞ്ഞാൽ അതിൽ 1 മില്ലി സെക്കൻഡിനേക്കാളും കുറവാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, മാസീവ് ഡിവൈസ് കണക്ടിവിറ്റി. ഈ 5G മില്യൺസ് ഓഫ് ഡിവൈസസ് പെർ സ്ക്വയർ കിലോമീറ്റേഴ്സ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ മില്യൺസ് ഓഫ് ഡിവൈസസ് പെർ സ്ക്വയർ കിലോമീറ്റർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഒരു ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഉണ്ട്. അതായത് സ്മാർട്ട് ഹോംസ്, സ്മാർട്ട് സിറ്റീസ്, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ഒക്കെ ഇനാബിൾ ചെയ്യുന്ന ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അഥവാ IoTന്റെ ബാക്ക് ബോൺ ആയിട്ട് മാറ്റുന്നുണ്ട്, ആക്കുന്നുണ്ട്. സോ 5G മില്യൺസ് ഓഫ് ഡിവൈസസ് പെർ സ്ക്വയർ കിലോമീറ്റർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ എന്തൊക്കെയായിരുന്നു കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? എക്സ്ട്രീംലി ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ആണ്. ഈ 5Gക്ക് അപ് ടു 10 GB/s വരെ സ്പീഡ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ പുട്ട് ദിസ് ഇൻ ടു പെർസ്പെക്റ്റീവ് ദാറ്റ് നമുക്കൊരു ഫുൾ HD മൂവി ജസ്റ്റ് ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ്, ലോ ലാറ്റൻസി. ഈ ലാറ്റൻസി റെഫർ ചെയ്യുന്നത് ഡിലേ ആയിരിക്കും. അതായത് ഒരു ഡേറ്റ സെൻഡ് ചെയ്തിട്ട് അത് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു ഡിലേ, അതിനെയാണ് ലാറ്റൻസി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു 4Gന്റെ അകത്ത് ലാറ്റൻസി എന്ന് പറയുന്നത് 50 മില്ലി സെക്കൻഡ്സ്, അറൌണ്ട് 50 മില്ലി സെക്കൻഡ്സ് ആയിരുന്നു. പക്ഷെ 5G എടുത്തു കഴിഞ്ഞാൽ 5Gന്റെ അകത്ത് ലെസ് ദാൻ 1 മില്ലി സെക്കൻഡ്സ് ആണ്. ഇത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ഫോർ റിയൽ ടൈം ആപ്ലിക്കേഷൻസ് ആയിട്ടുള്ള സെൽഫ് ഡ്രൈവിംഗ് കാർസ്, റിമോട്ട് സർജറീസ്, ഓൺലൈൻ ഗെയിമിംഗ്. നെക്സ്റ്റ്, മാസീവ് ഡിവൈസ് കണക്ടിവിറ്റി. ഈ 5G മില്യൺസ് ഓഫ് ഡിവൈസസ് പെർ സ്ക്വയർ കിലോമീറ്റേഴ്സ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, അതായത് സ്മാർട്ട് ഹോംസ്, സ്മാർട്ട് സിറ്റീസ്, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻസ് ഒക്കെ ഇനാബിൾ ചെയ്യുന്ന ഇന്റർനെറ്റ് ഓഫ് തിങ്സിന്റെ ബാക്ക് ബോൺ ആക്കുന്നുണ്ട്. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് 5G. ഈ അൾട്രാ ഫാസ്റ്റ് സ്ട്രീമിങ്ങും അതുപോലെ തന്നെ റിയൽ ടൈം ആപ്ലിക്കേഷൻസും, അൾട്രാ ഫാസ്റ്റ് സ്ട്രീമിങ്ങും റിയൽ ടൈം ആപ്ലിക്കേഷൻസും. സോ വിത്ത് 5G നമുക്ക് ബഫർ ഫ്രീ വീഡിയോ സ്ട്രീമിങ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. വിത്ത് 5G നമുക്ക് ബഫർ ഫ്രീ വീഡിയോ സ്ട്രീമിംഗ് ചെയ്യാനും അതുപോലെ തന്നെ വെർച്വൽ റിയാലിറ്റി VR, ഓഗ്മെന്റഡ് റിയാലിറ്റി AR, ഹോലോഗ്രാഫിക് കമ്മ്യൂണിക്കേഷൻ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ വിത്ത് 5G വി ക്യാൻ എക്സ്പീരിയൻസ് ബഫർ ഫ്രീ വീഡിയോ സ്ട്രീമിംഗ്, വെർച്വൽ റിയാലിറ്റി VR, ഓഗ്മെന്റഡ് റിയാലിറ്റി AR, ഹോലോഗ്രാഫിക് കമ്മ്യൂണിക്കേഷൻ. സോ അൾട്രാ ഫാസ്റ്റ് സ്ട്രീമിംഗ് ആൻഡ് റിയൽ ടൈം ആപ്ലിക്കേഷൻ 5Gയോട് കൂടിയിട്ട് നമുക്ക് ബഫർ ഫ്രീ വീഡിയോ സ്ട്രീമിങ്ങും വെർച്വൽ റിയാലിറ്റിയും ഓഗ്മെന്റഡ് റിയാലിറ്റിയും ഹോളോഗ്രാഫിക് കമ്മ്യൂണിക്കേഷൻ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും.
അഡ്വാൻസ്ഡ് ടെക്നോളജീസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ സെൽഫ് ഡ്രൈവിംഗ് കാറൊക്കെ വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ട്രാഫിക് സിസ്റ്റമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനാബിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, സെൽഫ് ഡ്രൈവിംഗ് കാറ് വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ട്രാഫിക് സിസ്റ്റത്തിന്റെ അകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനാബിൾ ചെയ്യുന്നുണ്ട്. ഇത് സ്മാർട്ട് ഹെൽത്ത് കെയർ, അതായത് ഈ ഡോക്ടേഴ്സിനൊക്കെ റിമോട്ട് സർജറീസ് ഒക്കെ പെർഫോം ചെയ്യേണ്ട കേസസ് ഉണ്ടാവില്ലേ, അപ്പൊ അതിനു വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. എഫിഷ്യന്റ് എനർജി യൂസേജ്, ഡെസ്പൈറ്റ്സ് ഇതിന്റെ ഹൈ സ്പീഡ് 5G ഡിസൈൻ ചെയ്തേക്കുന്നത് എനർജി എഫിഷ്യന്റ് ആയിട്ടായിരിക്കും, making it more sustainable in the long run. So ultra fast streaming and real time application, ഈ 5G നമുക്ക് വിത്ത് 5G നമുക്ക് എന്ത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്? ബഫർ ഫ്രീ വീഡിയോ സ്ട്രീമിംഗ്, വെർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി ആൻഡ് ഹോളോഗ്രാഫിക് കമ്മ്യൂണിക്കേഷൻ. ഇത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെൽഫ് ഡ്രൈവിംഗ് കാറ് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ട്രാഫിക് സിസ്റ്റത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനാബിൾ ചെയ്യുന്നുണ്ട്. സ്മാർട്ട് ഹെൽത്ത് കെയർസ്, ഓക്കെ, സ്മാർട്ട് ഹെൽത്ത് കെയറിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഡോക്ടേഴ്സിന് റിമോട്ട് സർജറീസ് ഒക്കെ പെർഫോം ചെയ്യേണ്ട വരുന്ന സമയത്ത്. എഫിഷ്യന്റ് എനർജി യൂസേജ്, ഡെസ്പൈറ്റ്സ് ഇതിന്റെ ഹൈ സ്പീഡ് 5G is designed to be energy efficient, making it more sustainable in the long run. Next, disadvantages of 5G. Extensive infrastructure requirement. Okay, extensive infrastructure requirement. ഈ 5G സിഗ്നൽസ് ഒക്കെ ഹൈ ഫ്രീക്വൻസി ബാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഒരിക്കലും ലോങ് ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്യുന്നില്ല. ഇത് മീൻ ചെയ്യുന്നത് ഒരു ലാർജ് നമ്പർ ഓഫ് ടവേഴ്സ് ആൻഡ് സ്മോൾ സെൽസ് ഇത് റിക്വയർഡ് ആണ്. അത് വളരെ കോസ്റ്റ്ലിയുമാണ്. So extensive infrastructure required. 5G signals high frequency band യൂസ് ചെയ്യുന്നുണ്ട്, അതൊരിക്കലും ലോങ് ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്യില്ല. ദിസ് മീൻസ് ഒരു ലാർജ് നമ്പർ ഓഫ് ടവേഴ്സും സ്മോൾ സെൽസും ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇത് കോസ്റ്റ്ലി ആണ്. നെക്സ്റ്റ്, ലിമിറ്റഡ് കവറേജ് ഇനീഷ്യലി. ഏർലി സ്റ്റേജസിൽ 5G എന്ന് പറയുന്നത് മേജർ സിറ്റീസിൽ മാത്രമായിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഈ റൂറൽ അതുപോലെ തന്നെ റിമോട്ട് ഏരിയാസ് ഒക്കെ സ്റ്റിൽ ഫേസ് ഡിഫിക്കൽട്ടി ഇൻ ആക്സസിങ് 5Gs. ഓക്കെ, മുന്നേ ഏർലി സ്റ്റേജസിലൊക്കെ 5G അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് മേജർ സിറ്റീസിൽ മാത്രമായിരുന്നു. ഈ റൂറൽ അതുപോലെ തന്നെ റിമോട്ട് ഏരിയാസിലൊക്കെ സ്റ്റിൽ ഫേസ് ഡിഫിക്കൽട്ടി ഇൻ ആക്സസിങ് 5G. അതായത് പണ്ട് കാലത്തിലൊക്കെ, അതായത് ഈ 2020 5G വന്നത് എന്ന് പറഞ്ഞു. ആ ടൈമൊക്കെ മേജർ ആയിട്ടുള്ള സിറ്റീസിൽ മാത്രമായിരുന്നു അത് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരു 5G കുറച്ചും കൂടെ അവൈലബിൾ ആയിട്ട് വരുന്നത് ഈ ഒരു ഇച്ചിരിയുള്ള കാലഘട്ടത്തിലായിരുന്നു, റൈറ്റ്? സോ ഇപ്പോഴും നമുക്ക് 5G കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. സോ extensive infrastructure required, limited coverage initially. എക്സ്റ്റെൻസീവ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ 5G സിഗ്നൽസ് ഒക്കെ ഹൈ ഫ്രീക്വൻസി ബാൻഡ് വിഡ്ത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതിനൊരിക്കലും ലോങ് ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്യാനായിട്ട് പറ്റൂല. ഇത് മീൻ ചെയ്യുന്നത് എന്താ? ലാർജ് നമ്പർ ഓഫ് ടവേഴ്സും സ്മോൾ സെൽസും ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇത് കോസ്റ്റ്ലി ആണ്. ലിമിറ്റഡ് കവറേജ് ഇനീഷ്യലി. ഈ മുന്നേ ഉള്ള സ്റ്റേജസിലൊക്കെ 5G എന്ന് പറയുന്നത് മേജർ സിറ്റീസിൽ മാത്രമായിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഈ റൂറലും അതുപോലെ തന്നെ റിമോട്ട് ഏരിയാസ് ഒക്കെ സ്റ്റിൽ ഡിഫിക്കൽട്ടീസ് 5G ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, അപ്പൊ 5th ജനറേഷനെ കുറിച്ചിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഈ ഒരു 5th അല്ലെങ്കിൽ 5G അല്ലെങ്കിൽ 5th ജനറേഷൻ ഓഫ് മൊബൈൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 2020 ഇത് ജസ്റ്റ് ഒരു അപ്ഗ്രേഡ് മാത്രമല്ല, 4Gന്റെ സ്പീഡിന് അപ്ഗ്രേഡ് മാത്രമല്ല, പക്ഷെ ഒരു കംപ്ലീറ്റ് ട്രാൻസ്മിഷൻ ഇൻ ഹൗ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഇസ് ഡിസൈൻഡ്. കീ ഫീച്ചേഴ്സ് ഓഫ് 5G എന്തൊക്കെയാ? എക്സ്ട്രീംലി ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ആണ്, low latency, massive device connectivity. Advantages of 5G: ultra fast streaming, real time applications, advanced technology support ചെയ്യുന്നുണ്ട്, efficient energy usage. Disadvantages of 5G: extensive infrastructure required, limited coverage initially. നെക്സ്റ്റ്, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സർവീസസ്. എന്തൊക്കെയാണ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സർവീസസ് എന്ന് പറയുന്നത്? SMS, ദാറ്റ് ഇസ് ഷോർട്ട് മെസ്സേജ് സർവീസ്. ഓക്കെ, SMS ഷോർട്ട് മെസ്സേജ് സർവീസ്.
ഇത് യൂസ് ചെയ്തേക്കുന്നത് ടെക്സ്റ്റ് മെസ്സേജിന് വേണ്ടിയിട്ടാണ്. അതായത് മൊബൈൽ ഫോണിന്റെ ഇടയിലുള്ള ടെക്സ്റ്റ് മെസ്സേജിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് അപ് ടു 160 ക്യാരക്ടേഴ്സ് പെർ മെസ്സേജ്, ഒരു മെസ്സേജിൽ 160 ക്യാരക്ടേഴ്സ് ആണ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നത്. ലോ കോസ്റ്റും ആണ്, ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ SMS ടെക്സ്റ്റ് മെസ്സേജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ബിറ്റ്വീൻ മൊബൈൽ ഫോൺസ്. ഇത് അപ് ടു 160 ക്യാരക്ടേഴ്സ് വരെ പെർ മെസ്സേജ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. ലോ കോസ്റ്റും വൈഡ്ലി യൂസ്ഡും ആണ്. ഓക്കെ, നെക്സ്റ്റ് MMS, ദാറ്റ് ഇസ് മൾട്ടിമീഡിയ മെസ്സേജ് സർവീസസ്. ഓക്കെ, MMS എന്ന് പറയുന്നത് മൾട്ടിമീഡിയ മെസ്സേജ് സർവീസസ് ആണ്. ഇത് ഒന്നിൽ കൂടുതൽ കോണ്ടന്റ്, മൾട്ടിമീഡിയ കോണ്ടന്റ്. ഓക്കെ, ഇത് മൾട്ടിമീഡിയ കോണ്ടന്റ് ആയിട്ടുള്ള ഇമേജസ്, ഓഡിയോസ്, വീഡിയോസ് ഒക്കെ സെൻഡ് ചെയ്യും. ഓക്കെ, ഇത് SMS സർവീസിന്റെ കുറച്ചുകൂടെ ഒരു എക്സ്റ്റൻഷൻ ആണ് നമുക്ക് പറയാം. ഓക്കെ, മൾട്ടിമീഡിയ കോണ്ടന്റ് ആയിട്ടുള്ള ഇമേജസ്, ഓഡിയോ, വീഡിയോ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എക്സ്റ്റൻഷൻ ഓഫ് SMS സർവീസ് ആണ്. നെക്സ്റ്റ് GPS, ദാറ്റ് ഇസ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഇത് ലൊക്കേഷൻ ട്രാക്കിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ട് ലൊക്കേഷൻ ട്രാക്കിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നേവിഗേഷൻ ആപ്പിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് നേവിഗേഷൻ ആപ്സിലും ഫ്ലീറ്റ് ട്രാക്കിങ്ങിനും ലൊക്കേഷൻ ബേസ്ഡ് സർവീസസിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്മാർട്ട് കാർഡ്സ്, ദാറ്റ് ഇസ് സിം കാർഡ്സ്. ഓക്കെ, ഈ സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ കാർഡ്സ് യൂസർ ഐഡന്റിറ്റിയും നെറ്റ്വർക്ക് ക്രിഡൻഷ്യൽസും സെക്യൂരിറ്റി കീസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ കാർഡ് സ്റ്റോർ യൂസർ ഐഡന്റിറ്റി, നെറ്റ്വർക്ക് ക്രിഡൻഷ്യൽ ആൻഡ് സെക്യൂരിറ്റി കീസ്. ഇത് മൊബൈൽ ആക്സസും ബില്ലിങ്ങും സെക്യൂർ ട്രാൻസാക്ഷൻസും ഇനാബിൾ ചെയ്യുന്നുണ്ട്. മൊബൈൽ ആക്സസ്, ബില്ലിങ്, സെക്യൂർ ട്രാൻസാക്ഷൻസ് ഇനാബിൾ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് അതർ സർവീസസ് എന്തൊക്കെയായിരുന്നു? മൊബൈൽ ബാങ്കിങ്, ഇ കൊമേഴ്സ്, സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആപ്സ്, വീഡിയോ സ്ട്രീമിംഗ്. ഓക്കെ, ദീസ് ആർ ദ അതർ സർവീസസ്. സോ എന്തൊക്കെയായിരുന്നു മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സർവീസസ് എന്ന് പറയുന്നത്? SMS, ദാറ്റ് ഇസ് ഷോർട്ട് മെസ്സേജ് സർവീസ്. ഓക്കെ, SMS ദാറ്റ് ഇസ് ഷോർട്ട് മെസ്സേജ് സർവീസ്. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് ടെക്സ്റ്റ് മെസ്സേജസ് ടെക്സ്റ്റ് ചെയ്യാൻ ബിറ്റ്വീൻ മൊബൈൽ ഫോൺസ്. ഇത് അപ് ടു 160 ക്യാരക്ടേഴ്സ്, ഒരു മെസ്സേജിന്റെ അകത്ത് നമുക്ക് അപ് ടു 160 ക്യാരക്ടേഴ്സ് വരെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. ലോ കോസ്റ്റ് ആണ്, അതുപോലെ തന്നെ കൂടുതലായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് MMS, ദാറ്റ് ഇസ് മൾട്ടിമീഡിയ മെസ്സേജ് സർവീസ്. ഇത് മൾട്ടിമീഡിയ കോണ്ടന്റ്സ് ആയിട്ടുള്ള ഇമേജസ്, ഓഡിയോ, വീഡിയോ ഒക്കെ സെൻഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എക്സ്റ്റൻഷൻ ഓഫ് SMS സർവീസ്, GPS, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഇത് ലൊക്കേഷൻ ട്രാക്കിംഗ്. ഓക്കെ, സാറ്റലൈറ്റ് നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ട് ലൊക്കേഷൻ ട്രാക്കിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ആപ്സിലൊക്കെ, നാവിഗേഷൻ ആപ്സില്, ഫ്ലീറ്റ് ട്രാക്കിംഗില്, ലൊക്കേഷൻ ബേസ്ഡ് സർവീസിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. സ്മാർട്ട് കാർഡ്സ് അഥവാ സിം കാർഡ്സ്. ഈ സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ കാർഡ്സ് യൂസർ ഐഡന്റിറ്റി സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നെറ്റ്വർക്ക് ക്രിഡൻഷ്യൽസും സെക്യൂരിറ്റി കീസും ഒക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇത് മൊബൈൽ ആക്സസും ബില്ലിങ്ങും സെക്യൂർ ട്രാൻസാക്ഷൻസും ഇനാബിൾ ചെയ്യുന്നുണ്ട്. മറ്റുള്ള സർവീസസ് മൊബൈൽ ബാങ്കിങ്, ഇ കൊമേഴ്സ്, സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആപ്സ്, വീഡിയോ സ്ട്രീമിംഗ്. സോ ഈ ഒരു മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഇവോൾവ് ചെയ്തിട്ടുള്ളത് 1G തൊട്ടിട്ട്, 1Gന്ന് അനലോഗ് വോയിസ് നെറ്റ്വർക്ക് ടു 5G ഹൈ സ്പീഡ് ഡിജിറ്റൽ നെറ്റ്വർക്ക് വരെയാണ്. സോ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ വാസ് ഇവോൾവ്ഡ് ഫ്രം 1G അനലോഗ് വോയിസ് നെറ്റ്വർക്ക് ടു 5G ഹൈ സ്പീഡ് ഡിജിറ്റൽ നെറ്റ്വർക്ക്. ഈ ഓരോ ജനറേഷൻസും പുതിയ ടെക്നോളജീസും ബെറ്റർ ഡേറ്റ സ്പീഡ്സും എൻഹാൻസ്ഡ് സർവീസസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഓരോ ജനറേഷൻസും പുതിയ ടെക്നോളജീസും ബെറ്റർ ഡേറ്റ സ്പീഡും സർവീസസും എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. ഈ സർവീസസ് ആയിട്ടുള്ള SMS, MMS, GPS, സ്മാർട്ട് കാർഡ്സിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? had made mobile devices essential in daily life. Services like SMS, MMS, GPS, smart cards ഒക്കെ മൊബൈൽ ഡിവൈസസ് ഡെയിലി ലൈഫിൽ എസെൻഷ്യൽ ആക്കിയിട്ടുണ്ട്. 5G എന്ന് പറയുന്നത് പേയിങ് ദ വേ ഫോർ സ്മാർട്ട് സിറ്റീസ്, IoT ആൻഡ് റിയൽ ടൈം ആപ്ലിക്കേഷൻസ്.
5G is paving the way for smart cities, IoTs and real-time applications. So, ഈ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ മനസ്സിലാക്കുന്നത് വഴി എന്തുണ്ട്, അണ്ടർസ്റ്റാൻഡിങ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഇസ് ക്രിട്ടിക്കൽ ഫോർ IT പ്രൊഫഷണൽസ് ആൻഡ് ഡിജിറ്റൽ സർവീസസ്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെക്ഷൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. CTTFന്റെ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ ഇവിടെ അവസാനിക്കുവാണ്. നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ കാണാം. ദാറ്റ്സ് ഓൾ. താങ്ക് യു.